ഒരു ബിദ്അത്തുകാരന്റെ അടയാളമായി പറയുകയാണ്. ദുനിയാവില് ഒരു മുബ്തദിഉമില്ല, ഹദീസിന്റെ ആളുകളെ വെറുക്കാത്തതായിട്ട്. അയാള് ബിദ്അത്തിന്റെ ആളാണെങ്കിൽ അവൻ ഹദീസിന്റെ ആളുകളെ വെറുക്കും, ഹദീസ് പഠിക്കുന്ന ആളുകളെ വെറുക്കും. ഇവരിങ്ങനെ പുസ്തക പുഴുക്കളാണ്, അക്ഷരപൂജകരാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ബിദ്അത്തിന്റെ ഒരു അലാമത്താണ്, അടയാളമാണ്. ഒരു മനുഷ്യൻ ദീനിൽ എന്തെങ്കിലും പുതിയത് ബിദ്അത്ത് കടത്തിക്കൂട്ടിയാൽ അത് വിശ്വാസമാകാം, ആദർശമാകാം, അമലാകാം. ദീനിൽ എന്തെങ്കിലും ഒന്ന് പുതിയത് കടത്തിക്കൂട്ടിയാൽ ഹദീസിന്റെ മാധുര്യം അവന്റെ ഖൽബിൽ നിന്ന് എടുത്തു നീക്കപ്പെടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം സുന്നത്ത് പിന്തുടരുന്നതിന്റെ പ്രാധാന്യം, അതുപോലെ സുന്നത്ത് ഹയാത്താക്കുന്നതിന്റെ മഹത്വം, അതിനെക്കുറിച്ചുള്ള സലഫുകളുടെ ചില അസറുകളാണ് നമ്മൾ വായിച്ചത്. അതിന്റെ തുടർച്ചയാണ് സുന്നത്തിന്റെ നേരെ വിപരീതം ബിദ്അത്തുകൾ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം, അതുപോലെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ സൂക്ഷിക്കുക. അതിനെക്കുറിച്ച് സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില അസറുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കുന്നത്. قال عبد الله بن مسعود رضي الله عنه الاقتصاد في السنة خير من الاجتهاد في البدعة. സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ഇഖ്തിസാദ്, മിതമായി അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ. ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത്. ഒരാള് ഇബാദത്തായി വിചാരിച്ച് കുറെ ബിദ്അത്തുകൾ ചെയ്യുന്നു, അതിനേക്കാൾ നല്ലത് മിതമായ ഇബാദത്തുകളുമായി സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. പല ആളുകളും ഒരു ബിദ്അത്തുകാരന്റെ ദീനില് കടത്തിക്കൂട്ടിയ ഇബാദത്തുകളും ആദർശങ്ങളും ഒക്കെ നടക്കുന്ന ആളുകളുടെ ഇബാദത്ത് കണ്ടിട്ടായിരിക്കും വഞ്ചിതരാകുന്നത്. അതിൽ കാര്യമില്ല. കാരണം ഒരാൾ ബിദ്അത്ത് ചെയ്താൽ ഷിർക്കിന്റെ തൊട്ട് താഴെയുള്ള പാപമാണ് അവൻ ചെയ്യുന്നത്. ഷിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം ബിദ്അത്താണ്. അത് ചെയ്തതോടുകൂടി അവന്റെ അമലുകൾ ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു അപകടകരമായ അവസ്ഥയിലാണ് ഒരു മുബ്തദി ഉള്ളത്. അവന്റെ അമലുകൾ അവന് ഉപകരിക്കാതിരിക്കാൻ, നരകത്തിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. കുല്ലുഹാ ഫിന്നാർ. 72 വിഭാഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവ നരകത്തിലാണ് എന്നാണ്. അപ്പോ മാത്രമല്ല, അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകൾ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആ അമലുകളൊക്കെ തള്ളാനുള്ളതാണ്, അതിന്റെ പാപം അതിന് പുറമെ. അങ്ങനെ ആകുമ്പോൾ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന മിതമായ അമലുകളാണ് അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത്. വഅൻഹു അയ്ദൻ, ഇബ്നു മസ്ഊദ് തന്നെ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ ഇത്തിബാ ചെയ്യുക, പിന്തുടരുക. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സഹാബത്ത് പഠിപ്പിച്ചത്, അത് പിന്തുടരുക. വലാ തബ്തദിഉ, പുതുതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ദീനിലൊന്നും കടത്തിക്കൂട്ടേണ്ടതില്ല. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇബാദത്തുകൾ എന്തൊക്കെയാണ്, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിപ്പിച്ചു തരാനുള്ള ആ ആവശ്യം, എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ ആവശ്യം നിറവേറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വല്ലല്ലാഹു പറയുകയുണ്ടായി, ഏതൊരു കാര്യമാണോ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നത് അത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതിരുന്നിട്ടില്ല. അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ചെറുതും വലുതുമായ അമലുകൾ എങ്ങനെയാണ് ടോയ്ലറ്റിൽ ഇരിക്കേണ്ടത് എന്നുവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അതിനപ്പുറം എന്താണ് പഠിപ്പിക്കാനുള്ളത്? ഫഖദ് കുഫീതും, നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല. അതുകൊണ്ട് അതിനുശേഷം ഇനി ഉണ്ടാക്കുന്ന ബിദ്അത്തുകളെല്ലാം, പുതിയ വാദങ്ങളെല്ലാം ദലാലത്താണ് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, അമലുൻ ഖലീലുൻ ഫീ സുന്നഹ് ഖൈറുൻ മിൻ കസീരിൻ ഫീ ബിദ്അ. സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കുറഞ്ഞ അമലുകൾ അത് ബിദ്അത്തിൽ ചെയ്യുന്ന ധാരാളം വരുന്ന അമലുകളെക്കാൾ, കുറെ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ്. عن سعيد بن المسيب رحمه الله أنه رأى رجلا يكثر الركوع والسجود بعد الفجر. സഈദ് ബിൻ മുസൈബ് താബിഈങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരാൾ ഫജ്ർ കഴിഞ്ഞിട്ട് കുറെ നമസ്കരിക്കുന്നത് കണ്ടു. യുക്സിറു റുകൂഅ വസ്സുജൂദ്, ധാരാളം റുകൂഉം സുജൂദും ചെയ്യുന്നു. അഥവാ കുറെ റക്അത്ത് നമസ്കരിക്കുന്നുണ്ട് ഫജ്ർ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം. ഫനഹാഹു, അപ്പൊ സഈദ് ബിൻ മുസൈബ് അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അയാളെ തടഞ്ഞു. ഫഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, യാ അബാ മുഹമ്മദ് അയുഅദ്ദിബുനില്ലാഹു അലസ്സലാ, നമസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ? ഞാൻ നമസ്കാരമല്ലേ ചെയ്യുന്നത്, ഒരു ഇബാദത്തല്ലേ ചെയ്യുന്നത്. ഖാല ലാ, നമസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുകയില്ല. വലാകിൻ അലാ മുഖാലഫത്തി സുന്ന,
സുന്നത്തിനെ നീ എതിർത്തു, അതിന് നിന്നെ ശിക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താണ്? ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ വഖ്തു നഹിയാണ്, വിലക്കപ്പെട്ട സമയമാണ്, പിന്നെ നമസ്കരിക്കാൻ പാടില്ല. പിന്നെ സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു കുന്തത്തിന്റെ അത്രയും ഉയരത്തിൽ സൂര്യൻ ഉയർന്നതിന് ശേഷം മാത്രം നമസ്കരിക്കാൻ പാടുള്ളൂ. ആ സമയത്ത്, അതിനിടയിലുള്ള സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ആ സമയത്ത് നമസ്കരിച്ചത് സുന്നത്തിനെ എതിർക്കലാണ്, അതിന് തന്നെ ശിക്ഷിക്കും. عن عبد الله بن عون رحمه الله قال المجتهد في العبادة مع الهوى يتصل جهده بعذاب الآخرة. ഒരാള് ബിദ്അത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ കാണും, ഇപ്പൊ റമദാൻ മാസത്തില്, ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അൽഹംദുലില്ലാഹ് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ 26 രാത്രി മുതൽ രാവിലെ വരെ ഇരുന്ന് ഇബാദത്തുകൾ ചെയ്യുകയാണ്. പാടത്ത് ദിക്റും സലാത്തും ഒക്കെ ചെല്ലുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കൂട്ടമായ ദിക്ർ ചെല്ലുന്ന ദിക്ർ ഹൽക്കകൾ നടത്തുന്ന ആൾക്കാർ, ഇവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് കാണാം. ഒരു ദിവസം 10,000 പ്രാവശ്യം ഇന്ന ദിക്ർ, വേറെ ഒരു 10,000 പ്രാവശ്യം ഇന്ന ദിക്ർ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചൊല്ലിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള കഠിനാധ്വാനം, ഇബാദത്ത്, ഹവയോടുകൂടിയ ഇബാദത്ത് അഥവാ ബിദ്അത്തായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതുതായി ഉണ്ടാക്കിയ അമലുകൾ, അതിൽ കഠിനാധ്വാനം ചെയ്യുന്നവന്റെ അവസ്ഥ യത്തസു ജുഹ്ദുഹു ബിഅദാബിൽ ആഖിറ. അവൻ ഈ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടും. ഈ കഷ്ടപ്പാട് എവിടം വരെ ഉണ്ടാകും? നരകത്തിലെത്തുന്നവരെ ഉണ്ടാകും. ഇവിടുത്തെ കഷ്ടപ്പാടിന്റെ തുടർച്ചയായിട്ട് അവൻ നരകത്തിലും കഷ്ടപ്പെടേണ്ടി വരും. عن أبي إدريس الخولاني رحمه الله قال, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. അബു ഇദ്രീസ് അൽ ഖൗലാനി താബിഇയായ വലിയൊരു ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, ലഅൻ അറാ ഫിൽ മസ്ജിദി നാറൻ തൽതരിം അഹബ്ബു ഇലയ്യ മിൻ അൻ അറാ ഫീഹി ബിദ്അതൻ ലാ തുഗയ്യർ. എന്റെ മസ്ജിദിൽ, ഞാൻ നമസ്കരിക്കുന്ന മസ്ജിദിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മസ്ജിദിൽ തീ കത്തുന്നത് കണ്ടാൽ, പള്ളിക്ക് തീ പിടിച്ചിട്ടുണ്ട്, അത് കാണുന്നതിനേക്കാൾ എനിക്ക് വിഷമമാണ്, ഞാൻ ഗൗരവം കൊടുക്കുന്നുണ്ട് ഒരു ബിദ്അത്ത് ഒരു പള്ളിയിൽ നിർബാധം തുടരുക എന്നുള്ളത്, ആരും തടയാതെ ഒരു ബിദ്അത്ത് ഒരു പള്ളിയിൽ തുടരുക എന്നുള്ളത്. ബിദ്അത്തായ ഒരു കാര്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, അതൊരു മസ്ജിദിൽ, അള്ളാഹുവിന്റെ വീടായ പള്ളിയിൽ നടക്കുക എന്നുള്ളത്, അത് ആ പള്ളിക്ക് തീ പിടിക്കുന്നതിനേക്കാൾ ഗൗരവമായി ഞാൻ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ചെറുതായ ഒരു കാര്യമാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കാത്ത എന്തൊരു കാര്യം, അത് നമ്മുടെ പള്ളിയിലോ വീട്ടിലോ നമ്മുടെ ഉമ്മത്തില് അത് ഉണ്ടാവുന്നത് വലിയ അപകടമുള്ള കാര്യമാണ്. കാരണം എന്താണ്? തീ പിടിച്ചാൽ ഒരുപക്ഷെ ദുനിയാവിൽ പൊള്ളലേൽക്കും, അയാൾ മരിച്ചു പോകും. പക്ഷെ ബിദ്അത്തിന്റെ അനന്തരഫലം എന്താണ്? കുല്ലുഹാ ഫിന്നാർ, നരകത്തിലേക്കുള്ളതാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തുൻ ദലാലഹ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. വഴികേടുകളാണ് എല്ലാ ബിദ്അത്തും, ആ വഴികേടുകൾ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ദുനിയാവിൽ തീ പിടിച്ച് മരിക്കുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും ആഖിറത്തിൽ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ചില ആളുകൾ തൗഹീദ് ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാണല്ലോ. തൗഹീദിന്റെ ആളുകൾ തന്നെയാണ് സിറാത്തിലേക്ക് കയറുന്നത്. സിറാത്തിന്റെ മുകളിലേക്ക് തൗഹീദ് ഇല്ലാത്ത ഒരാളും കയറാൻ പോകുന്നില്ല. അവിടെ നിന്ന് കുറെ ആൾക്കാർ നരകത്തിൽ വീഴും, കുറെ ആളുകൾ നരകത്തിന്റെ പൊള്ളലേറ്റിട്ട് സ്വർഗത്തിൽ പോകും, കുറെ ആളുകൾ വഴുതി വീഴും, കുറെ ആളുകൾ ഞരങ്ങിയായിരിക്കും പോകുന്നത്. ഇങ്ങനെ സിറാത്തിന്റെ മുകളിൽ ഒരുപാട് അപകടങ്ങൾ വരാനുണ്ട്. അതൊക്കെ തൗഹീദിന്റെ ആൾക്കാർ തന്നെയാണ്. മുശ്രിക്കുകൾ ആരും സിറാത്തിലേക്ക് കയറുന്നില്ല. ലാഹിറായി അവസ്ഥയിൽ മുസ്ലിമായി നടന്ന ആളുകൾ മാത്രമായിരിക്കും സിറാത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ബിദ്അത്തിന്റെ അപകടമാണ് ഈ അസർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻ സുഹരി ഖാല, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചതാണ്. ഇമാം മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ-ഇഅ്തിസാമു ബിസ്സുന്നതി നജാത്തുൻ, സുന്നത്ത് മുറുകെ പിടിക്കൽ രക്ഷയാണ്. അതിന്റെ വിപരീതം എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? ബിദ്അത്ത് അദാബാണ്, ശിക്ഷയാണ്. ഒരു ശിക്ഷയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് ഒഴിവാകുന്നതിനാണ് നജാത്ത്, രക്ഷ എന്ന് പറയാം. അപ്പൊ ഒരാൾ സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് അത് വേണമെങ്കിൽ ആവാം എന്നൊരു കാര്യമല്ല. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അപകടത്തിലാണ്. عن عبد الرحمن بن مهدي رحمه الله أنه ذكر عنده قوم من أهل البدع واجتهادهم في العبادة. عبد الرحمن بن مهدي അദ്ദേഹം ഒരു മുഹദ്ദിസാണ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയുടെ സമകാലികനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ മുബ്തദിഅകളായ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരെ കുറിച്ചും അവരുടെ ഇബാദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന ആള് നല്ല ഇബാദത്തുള്ള ആളാണ്, പക്ഷെ ബിദ്അത്തിന്റെ ആളാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ഇല്ലാ മാ കാന അലൽ അംരി വസ്സുന്നഹ്, ശരിയായ അഖീദയുടെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര പുകഴ്ത്തിയിട്ടും കാര്യമില്ല. അത് ബിദ്അത്തിന്റെ ആളാണ്, അവൻ ചെയ്യുന്നത് ബിദ്അത്താണ്, ആ അമൽ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. എന്നിട്ട് സുമ്മ ഖറഅ, അദ്ദേഹം ഓതി, വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം, നസ്രാനികള് റഹ്ബാനിയത്ത്, സന്യാസം ദീനിൽ കടത്തിക്കൂട്ടി, വിവാഹം കഴിക്കാതെ പൂർണ്ണമായും ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കുക, അതാണ് റഹ്ബാനിയത്ത്. അത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. മാ കതബ്നാഹാ അലൈഹിം, അള്ളാഹു തആല എന്താ പറഞ്ഞത്? അത് നന്നായി എന്നല്ല പറഞ്ഞത്. മാ കതബ്നാഹാ അലൈഹിം, നാം അത് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് യാതൊരു വിലയും അള്ളാഹുവിന്റെ അടുക്കലില്ല. ഫലം യഖ്ബൽ ദാലിക മിൻഹും, അള്ളാഹു അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, വവബ്ബഹും അലൈഹി,
നസ്രാണികളുടെ കുറവുകൾ, അവരുടെ കുഴപ്പങ്ങൾ പറയുന്ന ആയത്തിലാണ് റഹ്ബാനിയത്തിനെ ഇബ്തദഉഹ, അവർ സന്യാസം ഉണ്ടാക്കി എന്ന് പറയുന്നത്. അവരുടെ ഒരു കുറവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിനെ പരിചയപ്പെടുത്തിയത്. അൻ ജഅഫർ ഇബ്നു അഹ്മദ് ഇബ്നു സിനാൻ റഹിമഹുല്ലാഹ് ഖാല സമിഅ്തു അബി യഖൂൽ ലൈസ ഫിദ് ദുനിയ മുബ്തദിഉൻ ഇല്ലാ യുബ്ഗിദു അസ്ഹാബൽ ഹദീസ്. സലഫുകൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അസറാണ്. ഒരു ബിദ്അത്തുകാരന്റെ അടയാളമായി പറയുകയാണ്, ലൈസ ഫിദ് ദുനിയ മുബ്തദിഉൻ, ദുനിയാവിൽ ഒരു മുബ്തദിഉമില്ല, ഇല്ലാ യുബ്ഗിദു അസ്ഹാബൽ ഹദീസ്, ഹദീസിന്റെ ആളുകളെ വെറുക്കാത്തതായിട്ട്. ഒരാള് ബിദ്അത്തിന്റെ ആളാണെങ്കിൽ അവൻ ഹദീസിന്റെ ആളുകളെ വെറുക്കും, ഹദീസ് പഠിക്കുന്ന ആളുകളെ വെറുക്കും. ഇവരിങ്ങനെ പുസ്തക പുഴുക്കളാണ്, അക്ഷരപൂജകരാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ബിദ്അത്തിന്റെ ഒരു അലാമത്താണ്, അടയാളമാണ്. വൈദബ്തദ അർറജുൽ ബിദ്അതൻ, ഒരു മനുഷ്യൻ ദീനിൽ എന്തെങ്കിലും പുതിയത് ബിദ്അത്ത് കടത്തിക്കൂട്ടിയാൽ അത് വിശ്വാസമാകാം, ആദർശമാകാം, അമലാകാം. ദീനിൽ എന്തെങ്കിലും ഒന്ന് പുതിയത് കടത്തിക്കൂട്ടിയാൽ നുസിഅത് ഹലാവത്തുൽ ഹദീസ് മിൻ ഖൽബിഹി, ഹദീസിന്റെ മാധുര്യം അവന്റെ കൽബിൽ നിന്ന് എടുത്തു നീക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് മധുരമുള്ള ഒരു കാര്യമാണ്, ദുനിയാവിലും ആഖിറത്തിലും ധാരാളം ഗുണമുള്ള കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അബ്ദുറഹ്മാൻ അൽ മുഅല്ലിമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഹദീസ് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുകയാണ് എന്ന് സങ്കല്പിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഈ ഹദീസിൽ കാണാം, നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി, അല്ലാഹു ഒരു മനുഷ്യന് മുഖപ്രസന്നത നൽകട്ടെ. എങ്ങനെയുള്ള മനുഷ്യൻ? സമിഅ മഖാലതി, എന്റെ വാക്കവൻ ശ്രദ്ധിച്ചു കേട്ടു. ഹദീസ് പറയുന്ന മജ്ലിസുകൾ പങ്കെടുത്ത് ഹദീസ് കേട്ടു. ഫവആഹ, അവനത് ശരിക്ക് ഗ്രഹിച്ചു. വഹഫിളഹ, അത് ഹിഫ്ളാക്കി. ഫബല്ലഗഹ കമാ സമിഅഹ, അത് കേട്ടതുപോലെ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരാൾക്ക് അള്ളാഹു മുഖപ്രസന്നത കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിൽ സന്തോഷം കൊടുക്കട്ടെ. ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അവന്റെ മുഖം എപ്പോഴും പുഞ്ചിരിയുള്ളതാകട്ടെ ദുനിയാവിലും ആഖിറത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഹദീസിന്റെ ഈ മാധുര്യം നഷ്ടപ്പെട്ടു പോകും ബിദ്അത്തിന്റെ ആളുകൾക്ക് എന്നാണ് അഹ്മദ് ഇബ്നു സിനാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഖാല, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, അഹ്ലുൽ ഹവ, ഹവയുടെ ആളുകൾ, ബിദ്അത്തുകളുടെ ആളുകൾ, ബിമൻസിലത്തിൽ യഹൂദി വൻ നസാറ, യഹൂദികളെയും നസ്രാനികളെയും പോലെയാണ്. അവർ കാഫിറുകളാണ് എന്നല്ല, മറിച്ച് യഹൂദികളുടെയും നസ്രാനികളുടെയും ഒരു അംശം, അവരുടെ സ്വഭാവത്തിന്റെ ഒരു അംശം ഇവർക്കുണ്ട്. എന്താണ് യഹൂദികളുടെയും നസ്രാനികളുടെയും പ്രത്യേകത? അമ്പിയാക്കൾ വന്നു, കിതാബ് കൊടുത്തു, എന്നിട്ട് അവർ അവരുടെ വക അതിൽ കടത്തിക്കൂട്ടി. അതുപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ ബിദ്അതു മുസ്തഖത്തും മിനൽ കുഫർ, ബിദ്അത്ത് എന്ന് പറയുന്നത് കുഫറിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. എന്താണ് അത് പറയാനുള്ള കാരണം? ബിദ്അത്തിന്റെ അടിസ്ഥാനം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് പോരാ, അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. അള്ളാഹുവാണ് റസൂലിനെ പറഞ്ഞയച്ചത്, അള്ളാഹുവാണ് സഹാബത്തിനെ തെരഞ്ഞെടുത്തത് നമുക്ക് ദീന് മാതൃക കാണിച്ചു തരാൻ വേണ്ടി. അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, അത് കുഫറാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അൽ ബിദ്അതു മുസ്തഖത്തും മിനൽ കുഫ്രി, കുഫറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ബിദ്അത്തുകൾ. വആയിലത്തുൻ ഇലൈഹി, അവസാനം കുഫറിൽ തന്നെ പോയി എത്തുകയും ചെയ്യും. ഒരാളുടെ ബിദ്അത്ത് വർദ്ധിച്ച് അവൻ മുഖഫിറത്തായ, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള ബിദ്അത്തുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അൻ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഖാല, ഇമാം സുഫിയാൻ അസ്സൗരി പറയുകയാണ്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, സാധാരണ മാസിയത്തുകൾ, പാപങ്ങൾ, അതിനേക്കാൾ പിശാചിന്, ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്താണ്. കാരണം എന്താണ്? അൽ മഅസിയത്തു യുതാബു മിൻഹ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ. കാരണം മാസിയത്ത് ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്യും, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്യില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പൊ ഒരാള് കള്ളുകുടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമ് ചെയ്യുന്ന ആളാണ്, ആ തെറ്റുകൾ നിസ്സാരമാക്കുകയല്ല. പക്ഷെ എത്ര വലിയ പാപമാണെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, ആഖിറത്തിൽ വിശ്വാസം അവന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവന് തൗബ ചെയ്യണം എന്നൊരു ചിന്തയുണ്ടാകും. അവസരം കിട്ടിയാൽ അവൻ തൗബ ചെയ്യും, മടങ്ങും. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം എന്തായാലും ഉണ്ടാകും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അത് ദീനായിട്ടാണ് കാണുന്നത്, അതിന് പ്രതിഫലം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മടങ്ങുകയില്ല. അത് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണ് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അസറാണ്, ഒരു കാര്യമാണ്. കാരണം ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അതിൽ നിന്ന് മടങ്ങുകയില്ല. അതവന് അഭിമാനമായിരിക്കും, അതിലേക്ക് ആളുകൾ ക്ഷണിക്കും. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ അപകടം മറ്റുള്ളവർ കൂടി ബാധിക്കുന്നതാണ്. മാസിയത്ത് ചെയ്യുന്ന ആളുകൾ അതിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയില്ല. കള്ളുകുടിക്കുന്ന ഒരാള് കള്ളുകൂടി പ്രചരിപ്പിക്കാൻ നടന്നോളണമെന്നില്ല സാധാരണഗതിയിൽ. പക്ഷെ ബിദ്അത്തിന്റെ ആളുകൾ അത് പ്രചരിപ്പിക്കും, അതിൽ ഉറച്ചു നിൽക്കും, തൗബ ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ സുന്നത്തിനെതിരായി നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇൽമ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൽമ പഠിച്ചാലേ സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. عن إسماعيل بن نافع رحمه الله أن عبد الله بن المبارك رحمه الله قال, ഇമാം ഇബ്നുൽ മുബാറക് പറയുകയാണ്, ഇഅ്ലം ഐ ഉഖയ്യ
അന്നൽ മൗതൽ യൗമ കറാമത്തുൻ ലികുല്ലി മുസ്ലിമിൻ ലഖിയ അല്ലാഹ അല സുന്നഹ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അത്ബാഉ താബിഈനിൽപ്പെട്ട താബിഈങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുകയാണ്, അന്നത്തെ കാലത്ത് ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്വഹാബത്തിന്റെ അവസാന കാലത്ത് തന്നെ ബിദ്അത്തുകൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകളും അതുപോലെ തന്നെ മുർജിയാക്കളും ഖദരിയാക്കളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്വഹാബത്തിന്റെ അവസാന കാലത്ത്. അപ്പോൾ താബിഈങ്ങളുടെ കാലത്തൊക്കെ പല ബിദ്അത്തുകളും പ്രചരിച്ചിട്ടുണ്ട്. എന്നാലും അഹ്ലുസുന്നത്ത് ധാരാളമുണ്ട്, ഇതുപോലെയുള്ള ഇമാമിങ്ങളുണ്ട്. പക്ഷെ അന്നുപോലും ബിദ്അത്തിന്റെ ഗൗരവം കൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത വാദഗതികൾ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത സ്വഹാബത്ത് ആചരിക്കാത്ത ആചാരങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വിഷമം, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയതാണ്, ഇഅ്ലം ഐ ഉഖയ്യ, എന്റെ സഹോദര നീ മനസ്സിലാക്കുക, അന്നൽ മൗതൽ യൗമ, ഇന്ന് ഒരാൾ മരിക്കുക എന്നുള്ളത് കറാമത്തുൻ ലികുല്ലി മുസ്ലിമിൻ ലഖിയ അല്ലാഹ അല സുന്നഹ്, അഹ്ലുസുന്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ബിദ്അത്തിന്റെ കക്ഷികളിലേക്കൊന്നും പോകാതെ ഒരാൾക്ക് മരിക്കാൻ പറ്റിയാൽ അതൊരു കറാമത്താണ്. പഴച്ചു പോകാതെ പഴക്കുന്നതിന് മുമ്പായിട്ട് മരിച്ചു പോകുക എന്നുള്ളത് അള്ളാഹു കൊടുക്കുന്ന വലിയ ആദരവാണ്. ഫഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ബിദ്അത്തിന്റെ അപകടമോർത്ത് പറഞ്ഞതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് നമ്മൾ. ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഉള്ള ദിക്റാണ്. ഫഇലല്ലാഹി നഷ്കു വഹ്ശതന, നമ്മുടെ ഒറ്റപ്പെടൽ, ഏകാന്തത, അത് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുന്നു. അഥവാ ബിദ്അത്തുകളുടെ ഇടയിൽ സുന്നത്തിന്റെ ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയതിൽ നമ്മൾ അള്ളാഹുവിനോടാണ് പരാതി പറയുന്നത്. വഖില്ലത്തുൽ അവാൻ, നമ്മുടെ സഹായികൾ കുറഞ്ഞുപോയി, സുന്നത്തിന്റെ ആളുകളുടെ എണ്ണം കുറഞ്ഞുപോയി. വളുഹൂറൽ ബിദ്അ, ബിദ്അത്തുകൾ പ്രകടമായി. വഇലല്ലാഹി നഷ്കു, നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുന്നു. അളീമ മാ ഹല്ല ബിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ വന്നു ബാധിച്ചിട്ടുള്ള വലിയ ദുരന്തം, അത് നമ്മൾ അള്ളാഹുവിനോടാണ് പരാതി പറയുന്നത്. എന്താണ് ദുരന്തം? മിൻ ദഹാബിൽ ഉലമായി വ അഹ്ലി സുന്നതി വളുഹൂരിൽ ബിദ്അ, ഉലമാക്കൾ മരിച്ചുപോയി എന്നുള്ളത്, അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് മരിച്ചുപോയി എന്നുള്ളത്, ബിദ്അത്തുകൾ ലാഹിറായി എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് കാലത്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം തന്നെ അഹ്ലുസുന്നത്തിന്റെ വലിയ ഇമാമാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഉലമാക്കളുടെ എണ്ണം കുറഞ്ഞു, സുന്നത്തിന്റെ ആളുകളുടെ എണ്ണം കുറഞ്ഞു, ബിദ്അത്തുകൾ സമൂഹത്തിൽ വ്യാപകമായി, ഇത് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുന്നുവെന്നാണ്. ഇന്നത്തെ കാലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനേക്കാൾ എത്രയോ ഉലമാക്കളുടെ എണ്ണം, ഉലമാക്കളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബിദ്അത്തുകൾ എത്രയോ ഇരട്ടിയായി പ്രകടമായിട്ടുണ്ട്. അപ്പൊ സുന്നത്ത് മുറുകെ പിടിക്കാൻ, ബിദ്അത്തുകൾ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ഗൗരവത്തോടെ പരിശ്രമിക്കണം എന്നാണ് ഇത് അറിയിക്കുന്നത്. കാരണം അപകടം നമ്മുടെ ചുറ്റും അതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ ദീൻ പഠിക്കണം. ഖുൽതു, ഈ കിതാബ് എഴുതിയിട്ടുള്ള ഷെയ്ഖ് അബൂ യഹ്യ സക്കരിയ ബിൻ ഗുലാം ഖാദിർ, അദ്ദേഹം പാകിസ്ഥാനിയായ ഒരു അഹ്ലുൽ ഹദീസിന്റെ ആലിമാണ്. അദ്ദേഹം പറയുകയാണ്, ഹാദാ യഖൂലുഹു ഇബ്നു മുബാറക് റഹിമഹുല്ലാഹു ഹുവ ഫിൽ ഖർനി الثاني, രണ്ടാം നൂറ്റാണ്ടിലാണ് ഇബ്നു മുബാറക് ഈ വാക്ക് പറയുന്നത്, ഹിജ്രി 200 മുമ്പ്. ഫകൈഫ ഹാലു മൻ ഹുവ മിൻ അഹ്ലിൽ അസർ ഫിൽ ഖർനി الخامس عشر, ഈ 15ാം നൂറ്റാണ്ടിൽ അഹ്ലുൽ അസർ, അസരിയായി സലഫിയായി ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ്, എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടാകും. ഫല്ലാഹുൽ മുസ്തആൻ വഹ്ദഹു ജല്ല വഅല, അല്ലാഹു മാത്രമാണ് സഹായിക്കാനുള്ളത്. സുഇല അബൂ സുർഅ അൻ കുതുബി അൽ ഹാരിസ് അൽ മുഹാസിബി, ഹാരിസ് അൽ മുഹാസിബി എന്ന് പറയുന്നത് ഇമാം അഹ്മദിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ആലിമാണ്. അദ്ദേഹം ആദ്യകാലത്ത് വഅളിന്റെ ആളായിരുന്നു, ഉപദേശം നടത്തുന്ന ആളായിരുന്നു, ജനങ്ങളെ ഉപദേശിക്കുന്ന ആളായിരുന്നു. പിന്നീട് പതുക്കെ ചില ബിദ്അത്തുകൾ പെട്ടുപോയി. അവസാനം അദ്ദേഹത്തിന്റെ ബിദ്അത്തുകൾ കടുത്ത് ജഹ്മിയായി മാറി, അല്ലാഹുവിന്റെ സിഫാത്തിൽ നിഷേധിക്കുന്ന അവസ്ഥയിലെത്തി. അദ്ദേഹത്തെക്കുറിച്ച് അബൂ സുർഅ അർ-റാസി റഹിമഹുല്ലാ, അറിയപ്പെട്ട മുഹദ്ദിസ്, അദ്ദേഹം ചോദിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇയ്യാക വഹാദിഹിൽ കുതുബ്, അവന്റെ കിതാബുകൾ, ഹാരിസ് അൽ മുഹാസിബിയുടെ കിതാബുകൾ നീ സൂക്ഷിക്കുക. അദ്ദേഹത്തിന്റെ കിതാബുകൾ എന്താണുള്ളത്? അധികം ഉപദേശങ്ങളാണ്, മനസ്സ് നന്നാക്കാൻ സഹായിക്കുന്ന, ആഖിറത്തിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന വഅളിന്റെ കിതാബുകളാണ്. ആ കിതാബുകൾ നീ സൂക്ഷിക്കുക. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഫി ഹാദിഹിൽ കുതുബി ഇബ്റ, ഈ കിതാബുകളിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കുറെ നല്ല കാര്യങ്ങളുമുണ്ട്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മൻ ലം യകുൻ ലഹു ഫി കിതാബില്ലാഹി ഇബ്റ ഫലൈസ ലഹു ഫി ഹാദിഹിൽ കുതുബി ഇബ്റ, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ അത് മതി, അത് ഓതിയിട്ട് ഒരാൾക്ക് ഈമാൻ കൂടുന്നില്ലെങ്കിൽ അവൻ ഇതുകൊണ്ടൊന്നും ഈമാൻ കൂടാൻ പോകുന്നില്ല. അപ്പൊ ബിദ്അത്തിന്റെ കിതാബുകൾ വായിച്ചിട്ട് നമുക്ക് അതിൽ നല്ലതെടുക്കാം, ചീത്ത ഒഴിവാക്കാം എന്ന് പറയുന്നത് അത് സലഫുകൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു. അടുത്ത അസർ അൻ അബി ഹംസത അൽ-അഅ്വർ റഹിമഹുല്ലാ ഖാല കസറത്തുൽ മഖാലാത്തു ബിൽ കൂഫ, കൂഫയിൽ മഖാലാത്ത് എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ, ആദർശങ്ങൾ, വാദഗതികൾ, പിഴച്ച വാദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഒരുപാട് പ്രചരിച്ചു. പല ബിദ്അത്തുകളുടെയും തുടക്കം കൂഫയിൽ നിന്നായിരുന്നു, ഇറാഖിലെ കൂഫയിൽ നിന്നായിരുന്നു. സബത ഇബ്രാഹിം ഉന്നഹായി, അങ്ങനെ ഫിത്നകൾ ഉണ്ടായപ്പോൾ അവിടെ ഉറച്ചു നിന്ന ഒരാളാണ്, ഈ ബിദ്അത്തുകളിലേക്കൊന്നും പോകാതെ ഉറച്ചു നിന്ന ആളാണ് താബിഈയായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ. അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലായിരുന്നു. ഫഖുൽതു, അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബൂ ഹംസ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യാ അബാ ഇമ്രാൻ, ഇബ്രാഹിം നഖഈയോട് പറയുകയാണ്, അമാ തറ മാ ളഹറ ബിൽ കൂഫത്തി മിനൽ മഖാലാത്ത്,
കൂഫയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴച്ച വാദങ്ങള്, ബിദ്അത്തുകള്, ഇതൊന്നും താങ്കൾ കേൾക്കുന്നില്ലേ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അഹ്ദസു ഖൗലൻ വഖ്തറഉ ദീനൻ മിൻ ഖിബലി അൻഫുസിഹിം, ഇവര് അവരുടെ സ്വന്തം വകയായി പുതിയ ദീൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ലൈസ മിൻ കിതാബില്ലാഹി വലാ മിൻ സുന്നത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഇല്ലാത്ത വാദങ്ങളാണ് ഇതൊക്കെ. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ വക സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള വാദങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഹാദാ ഹുവൽ ഹഖ് വമാ ഖാലഫഹു ബാത്തിൽ, ഇതാണ് ഹക്ക്. ഇതാണ് ബിദ്അത്തുകാരുടെ അവസ്ഥ. അവർ സ്വന്തമായി ഓരോ വാദങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അവരായിരിക്കും ഹക്കിന്റെ ആളുകൾ. ഇതാണ് ഹക്ക്, മറ്റുള്ളതൊക്കെ ബാത്തിലാണ് എന്നവർ പറയും. ലഖദ് തറകൂ ദീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ കൈവിട്ടിരിക്കുന്നു. ഇയ്യാക വ ഇയ്യാഹും, അതിനാൽ നീ അവരെ സൂക്ഷിച്ചുകൊള്ളുക. അൻ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാല ഇഹ്ദർ അൻ തജ്ലിസ മഅ സാഹിബി ബിദ്അ, ബിദ്അത്തിന്റെ ആളുടെ കൂടെ ഇരിക്കുന്നത് നീ സൂക്ഷിക്കുക. അപ്പൊ സലഫുകൾ വളരെ ഗൗരവത്തോടെ കണ്ടിട്ടുള്ള കാര്യമാണ് ബിദ്അത്തിന്റെ ആളുകളുമായുള്ള സഹവാസം. അത് നമ്മുടെ ദീനിനെ ഫസാദാക്കും. എന്നാൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ ഇരിക്കാൻ അനുവാദമുണ്ട്. അതെപ്പോഴാണ്? അവർക്ക് നസീഹത്ത് കൊടുക്കാൻ വേണ്ടി, അവരെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന്, അവർക്ക് ദഅവത്ത് കൊടുക്കുന്നയാൾ, ബിദ്അത്തുകാർക്ക് ദഅവത്ത് കൊടുക്കുന്നയാൾ ആഴത്തിൽ ഇൽമുള്ള ആളായിരിക്കണം. അത് സാധാരണക്കാർക്ക് പറഞ്ഞ കാര്യമല്ല. ഒരു കാഫിറിന് നമുക്ക് ദഅവത്ത് ചെയ്യാം, അത് ഏതൊരു മുസ്ലിമിന് സാധിക്കും. പക്ഷെ ഒരു മുബ്തദിഇന്, ബിദ്അത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, അവർക്ക് ദഅവത്ത് ചെയ്യാൻ ഇൽമു വേണം. കാരണം അവരുടെ അടുത്ത് ശുബ്ഹത്തുകൾ ഉണ്ടാവും, സംശയങ്ങളുണ്ടാവും. അപ്പോൾ നല്ല ഇൽമുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, അവരുടെ അടുത്തിരിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാകാൻ പാടില്ല. ആ ദഅവത്ത് ചെയ്ത് അവർ നന്നാകുന്നില്ല എന്ന് കണ്ടാൽ അവരോട് സലാം പറഞ്ഞ് പിരിയണം. ഈ രണ്ട് നിബന്ധനകളുണ്ടെങ്കിൽ മാത്രമേ ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടുള്ളൂ. അൻ അബീ ഖിലാബത റഹിമഹുല്ലാഹ് ഖാൽ, അബൂ ഖിലാബ അൽ ജർമി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഒരു താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യൂബ് സഖ്തിയാനി, മറ്റൊരു താബിഈയായ ഇമാമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പല ആളുകൾക്കും വിഷമായിരിക്കും. ഇത് ആളുകളെ കുറ്റം പറച്ചിലാണ്, അല്ലെങ്കിൽ പിന്നെ സങ്കുചിതത്വമാണ്, ദീന് കുടിസാക്കലാണെന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സലഫുകളിൽപ്പെട്ട ഒരു ഇമാമ് മറ്റൊരു ഇമാമിനെ ഉപദേശിക്കുകയാണ്, യാ അയ്യൂബ് ഇഹ്ഫദ് അന്നി സലാസ ഖിസാൽ, 3 കാര്യങ്ങൾ എന്നിൽ നിന്ന് നീ ഹിഫ്ലാക്കിക്കൊള്ളുക, 3 ഉപദേശങ്ങൾ ഞാൻ നിനക്ക് തരാം. ഇയ്യാക വ അബ്വാബ സുൽത്താൻ, ഭരണാധികാരികളുടെ വാതിൽ നീ സൂക്ഷിക്കുക. അങ്ങനെ ഭരണാധികാരികളുടെ അടുത്ത് പോയി അവരുടെ സഹായങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയാൽ പതുക്കെ അവരുടെ അക്രമങ്ങൾക്ക് അനുകൂലമായ ഫത്വകൾ കൊടുക്കാൻ തുടങ്ങും, അവരുടെ ഫിത്നയിൽ പെട്ടുപോകും. സലഫു സാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് അക്രമിയായ ഭരണാധികാരിയുടെ അടുത്ത് പോകാമോ പാടില്ലേ എന്നുള്ള കാര്യത്തിൽ. അവരുടെ അക്രമത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല എന്നതിൽ തർക്കമില്ല. പക്ഷെ ഉപദേശിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവരുടെ ഖാദിയായിട്ടും മുഫ്തിയായിട്ടും ഒക്കെ ജോലി ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, നീ ഭരണാധികാരികളുടെ അടുത്ത് പോകരുത്. ഇയ്യാക വ മുജാലസത അസ്ഹാബിൽ അഹ്വാ, രണ്ടാമത്തെ കാര്യം, ഹവയുടെ ആളുകളുടെ അടുത്തിരിക്കുന്നത് നീ സൂക്ഷിക്കുക. അത് സലഫുകൾക്കിടയിൽ ഇഖ്തിലാഫില്ലാത്ത കാര്യമാണ്. ഭരണാധികാരികളുടെ കാര്യത്തിൽ അവരുടെ അടുത്ത് പോകുന്നതും അവരുടെ സഹവാസവും അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മുബ്തദികളുടെ അടുത്ത് ഇരിക്കരുത് എന്ന കാര്യത്തിൽ ഇഖ്തിലാഫില്ല. വൽസം സൂഖക, മൂന്നാമത്തേത് നോക്കൂ നിങ്ങൾ, ദുനിയാവും ആഖിറത്തും നന്നാക്കാനുള്ള ദീനിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. വൽസം സൂഖക, നിന്റെ മാർക്കറ്റ് നീ മുറുകെ പിടിക്കുക, അങ്ങാടിയിൽ നീ ഉറച്ചു നിൽക്കുക. എന്താണ് ഉദ്ദേശം? ഫഇന്നൽ ഗിന മിനൽ ആഫിയ, ഗിന ഐശ്വര്യം എന്ന് പറയുന്നത് അത്യാവശ്യം സമ്പത്ത് ഉണ്ടാവുക, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളത് മിനൽ ആഫിയ, അത് ആഫിയത്തിൽപ്പെട്ടതാണ്. കാരണം പലപ്പോഴും പല വലാലത്തിലേക്ക് നമ്മൾ പോവുക മറ്റുള്ളവർ ആശ്രിതരാകുമ്പോഴായിരിക്കും. പിന്നീട് അവര് നമുക്കൊണ്ട് ബാത്തിൽ പറയിപ്പിക്കും. പ്രത്യേകിച്ച് ഇൽമുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ അവര് ഫക്കീറായി ആവശ്യക്കാരനായി മാറിക്കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ച് മറ്റുള്ളവര് അവരുടെ ബാത്തിലിനെ ഇവരെ സഹായികളാക്കി മാറ്റും. അതുകൊണ്ട് ഇൽസം സൂഖക, നിന്റെ അങ്ങാടി മാർക്കറ്റ് നീ മുറുകെ പിടിക്കുക. ഒരു ആലിമ് മറ്റൊരു ആലിമിന് കൊടുത്ത ഉപദേശമാണ്, ഒരു ഇമാമിന് കൊടുത്ത ഉപദേശമാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഉപദേശത്തിന് അത്ര ആവശ്യക്കാരാണ്. അൻ ആസിം അൽ അഹ്വൽ റഹിമഹുല്ലാഹ് ഖാല ജലസ്തു ഇലാ ഖതാദ, ഇമാം ഖതാദ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇരുന്നു. ഇമാം ഖതാദ താബിഈയാണ്. ആസിം എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ഈ വ്യക്തിയുടെ പേര്. അഹ്വൽ എന്ന് പറഞ്ഞാൽ കോങ്കണ്ണൻ എന്നാണ് അർത്ഥം. അപ്പോ ഒരാളുടെ ഇങ്ങനെയുള്ള അയ്ബുകൾ അത് പറയാൻ പാടുണ്ടോ, അത് പറയാൻ അനുവാദമുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ് ഒരാൾ അതിന്റെ പേരിൽ അറിയപ്പെട്ടു. ഒരാളിപ്പോ കോങ്കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്, അത് പറഞ്ഞാലേ ആളുകൾ അറിയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പറയാം. അപ്പോ ഇദ്ദേഹം അങ്ങനെ അറിയപ്പെട്ട ആളാണ് ആസിം അൽ അഹ്വൽ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഖതാദ റഹിമഹുല്ലാഹയുടെ അടുത്ത് പോയിരുന്നു. ഫദക്കറ അംർ ഇബ്നു ഉബൈദ് എന്ന് പറയുന്ന മുഅ്തസിലിയായ പണ്ഡിതനെ കുറിച്ച് ഇദ്ദേഹം പറയാൻ തുടങ്ങി, ഖതാദ പറയാൻ തുടങ്ങി. അംർ ഇബ്നു ഉബൈദിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം വലിയ
ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ എല്ലാ പണ്ഡിതന്മാരും ദുനിയാവിന്റെ ആളുകളാണ്. അംർ ഇബ്നു ഉബൈദ് ഒഴികെ അത്രമാത്രം വലിയ ജാഹിദായിരുന്നു. രാജാക്കന്മാരുടെ അടുത്തൊന്നും വാങ്ങുകയില്ല, അങ്ങനെയുള്ള ആളാണ്. പക്ഷെ മുഅ്തസിലിയായിരുന്നു. മുഅ്തസിലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട ദലാലത്ത് അവർ അഖ്ൽ ഉപയോഗിച്ച് ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുന്നവരാണ്. അതുപോലെ തന്നെ പല അഖീദയുടെ വിഷയങ്ങളിലും പുതിയ വാദങ്ങളുണ്ട്. ഖദറിന്റെ വിഷയത്തിലും പല വിഷയങ്ങളിലും അവർക്ക് ദലാലത്തുകളാണ്. അപ്പൊ മുഅ്തസിലിയായ അംർ ഇബ്നു ഉബൈദിനെ ഖതാദ റഹിമഹുല്ലാ കുറ്റം പറയാൻ തുടങ്ങി. ഫവഖഅ ഫീഹി വനാല മിൻഹു, അദ്ദേഹത്തെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഫഖുൽതു ലഹു, അപ്പൊ ഇമാം ആസിം അൽ അഹ്വൽ അദ്ദേഹം പറഞ്ഞു, അബുൽ ഖത്താബ് അലാ അറാ അൽ ഉലമാ യഖഉ ബഅദുഹും ഫീ ബഅദ്. ഒരു ആലിമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി, ശിഷ്യന്. അപ്പൊ അദ്ദേഹത്തിന് തന്റെ ശൈഖിനോട് അദബില്ലാതെ സംസാരിക്കാനും വയ്യ. അദ്ദേഹം വളരെ മര്യാദയോടെ പറഞ്ഞു, ഉലമാക്കൾ എന്താണ് ഇങ്ങനെ പരസ്പരം കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഫഖാല, ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ ഉഹൈവിൽ, കോങ്കണ്ണ. അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ആ പേര് എടുത്തു പറഞ്ഞിട്ട് പറയാൻ, അലാ തദ്രി അൻ റജുല ഇദ ഇബ്തദഅ ബിദ്അതൻ, നിനക്കറിയില്ലേ ഒരു മനുഷ്യൻ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ ഫയംബഗി അൻ തുസ്കറ ഹത്താ തുഹദർ, അവനെ കുറിച്ച് പറയണം ആളുകൾ അവനെ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് നിനക്കറിയില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാം. അറിയപ്പെട്ട ബിദ്അത്തിന്റെ നേതാക്കന്മാർ, അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് എല്ലാവരും മനുഷ്യന്മാരല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും തെറ്റുപറ്റില്ലേ, മറ്റു പല ന്യായങ്ങളും പറഞ്ഞു അയാൾ ഇന്ന നന്മ ചെയ്യുന്നില്ലേ, അത് ശരിയല്ല. ഒരാൾ ബിദ്അത്ത് ചെയ്താൽ പിന്നെ വേണ്ടത് അവനെ കുറിച്ച് പറഞ്ഞ് ആളുകൾ അവനിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നന്മ ചെയ്യാത്ത ആരും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ ദുനിയാവില് മഹ്ൽ ആയിട്ടുള്ള ഷർറ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഷർറ് ദുനിയാവിലില്ല. എല്ലാ വസ്തുക്കളിലും എന്തെങ്കിലും നന്മയുണ്ടാകും. ഏത് ഫിറഔനും ഒരു നന്മ ചെയ്തിട്ടുണ്ടാകും. ഫിറഔന് ബനൂ ഇസ്രായേലിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഖിബ്തികൾക്ക് കുറെ സേവനം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു വാലിബും ഏതൊരു കാഫിറും നന്മ ചെയ്യും, എന്തെങ്കിലും ഒരു നന്മ ചെയ്യും. ആ നന്മ അത് അള്ളാഹു നോക്കിക്കൊള്ളും. അതിനുള്ള സന്ദർഭം നാളെ മഹ്ശറാണ്, അവിടെ ഹിസാബ് നടത്തും. ഇവിടെ നമ്മൾ ഹിസാബ് നടത്തുന്നതല്ല, ഇവിടെ നമ്മൾ ആളുകൾക്ക് അവരുടെ ദീൻ സംരക്ഷിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അൻ യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ് അന്നഹു കാന യഖൂൽ ഇദാ ലഖീത സാഹിബ ബിദ്അത്തിൻ ഫി ത്വരീഖ് ഫഖുദ് ഫി ത്വരീഖിൻ ആഖർ. യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഒരു ബിദ്അത്തിന്റെ ആളെ ഒരു വഴിയിൽ വെച്ച് കണ്ടാൽ നീ വേറെ വഴിക്ക് പോവുക, ആ വഴി ഒഴിവാക്കി വേറെ വഴിക്ക് പോവുക. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബിദ്അത്ത് ലാഹിറാക്കിയിട്ടുള്ള, മനസ്സിൽ ബിദ്അത്ത് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വിവരമില്ലാത്ത ഏതെങ്കിലും ജാഹിലായ സാധാരണക്കാരനെ കുറിച്ചല്ല പറയുന്നത്. ബിദ്അത്തിന് വേണ്ടി വാദിക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, സംസാരിച്ചാൽ അത് എടുത്തിരുന്ന അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇൽമില്ലാത്ത സാഹചര്യത്തിൽ, ഇൽമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ നിബന്ധനകളോട് കൂടിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അൻ മുആദ് ബിൻ മുഖറം റഹിമഹുല്ലാഹ് ഖാല റആനി ഇബ്നു ഔൻ മഅ അംർ ബിൻ ഉബൈദ് ഫി സൂഖ്. അബ്ദുല്ലാഹ് ബിൻ ഔൻ റഹിമഹുല്ലാഹ് അദ്ദേഹം എന്നെ കണ്ടു, ഞാൻ അംർ ബിൻ ഉബൈദിന്റെ കൂടെ നിൽക്കുന്നതായി ഫിസൂഖ്, അങ്ങാടിയിൽ. അപ്പൊ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഈ മുബ്തദി ആയ ആളുടെ കൂടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇമാം അബ്ദുല്ലാഹി ബിൻ ഔൻ റഹിമഹുല്ലാഹ് അദ്ദേഹം കണ്ടു. ഫഅറദ അന്നി, പിന്നീട് ഇദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല അബ്ദുല്ലാഹി ബിൻ ഔൻ. ഫഅതദർതു ഇലൈഹി, ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. ഫഖാല അമാ ഇന്നി ഖദ് റഅയ്തുക്, നീ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞു. അംർ ബിൻ ഉബൈദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ കണ്ടു കഴിഞ്ഞു. ഫമാ സാദനി, വേറെ ഒന്നും പറയുന്നില്ല. പിന്നീട് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ അവരുടെ മുബാലകത്താണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇതുപോലെ ചെയ്തു കൊള്ളണമെന്നല്ല, പക്ഷെ ഈ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ഒരു മുബ്തദിന്റെ കൂടെ ഇരിക്കുക, സഹവസിക്കുക എന്നുള്ളതിന്റെ അപകടം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബിദ്അത്ത് എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അൻ സഈദ് ഇബ്നു ആമിർ റഹിമഹുല്ലാഹ് ഖാല മരിദ സുലൈമാൻ അത്തൈമി, ഇമാം സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ ഒരു മുഹദ്ദിസാണ്, ഇമാമാണ്. അദ്ദേഹം രോഗിയായി. ഫബക ഫി മറദിഹി ബുകാഅൻ ശദീദൻ, അങ്ങനെ രോഗക്കിടക്കയിൽ അദ്ദേഹം കിടക്കുന്ന സമയത്ത് നന്നായി അദ്ദേഹം കരയാൻ തുടങ്ങി. ഫഖീല ലഹു മാ യുബ്കീക്, എന്താണ് ഇങ്ങനെ കരയുന്നത്? അതജ്സഉ മിനൽ മൗത്ത്, മരണം പേടിച്ചിട്ടാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല ലാ, അദ്ദേഹം പറഞ്ഞു അല്ല. വലാകിൻ മറർതു അലാ ഖദരിയ്യിൻ, ഞാൻ ഖദരിയായ, ഖദർ നിഷേധിക്കുന്ന ഒരാളുടെ അടുത്തുകൂടെ നടന്നുപോയ ഒരു ദിവസം. ഫസല്ലംതു അലൈഹി, അയാളോട് സലാം പറഞ്ഞു. ഫഅഖാഫു അൻ യുഹാസിബനി റബ്ബി അസ്സ വജല്ല അലൈഹി, അതിന്റെ പേരിൽ അള്ളാഹു എന്നെ ഹിസാബ് നടത്തുമെന്ന് ഞാൻ പേടിക്കുകയാണ്. ഖദരിയായ ഒരാളോട് സലാം പറഞ്ഞതിന്റെ പേരിൽ ഒരു മുബ്തദിയാണ്. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ചില ആളുകൾ അവരെല്ലാ മനുഷ്യന്മാരെയും മുബ്തദിയാക്കും. അത് ശരിയല്ല. ആരാണ് മുബ്തദി? അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ഉസൂലിനെതിരായി, അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, ഖദറിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിലുള്ള വിശ്വാസം, ഭരണാധികാരികളുടെ നിലപാട്,
ഇങ്ങനെ അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ പഴിച്ചു പോയ ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത് ഒന്നാമത് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, അഹ്ലുസുന്നത്തിന്റെ ശക്തിക്കനുസരിച്ചാണ് ഈ സ്വഭാവങ്ങളൊക്കെ കാണിക്കേണ്ടത്. നമ്മൾ ദുർബലരായിരിക്കുന്ന നാട്ടിൽ ഈ പറഞ്ഞതുപോലെ അവരോട് ശത്രുത നമ്മൾ വാഹിറാക്കാൻ പാടില്ല. എന്നാലോ അവരോടുള്ള സഹവാസം അതും നമുക്ക് ഒഴിവാക്കാം. നേരെ മറിച്ച് അവരോടുള്ള ശത്രുത, നിന്നോട് ഞാൻ സലാം പറയില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി അറിയിക്കുക, അല്ലെങ്കിൽ പിന്നെ ബാഹ്യമായി നമ്മുടെ സ്വഭാവത്തിൽ മുഖം ചുളിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും, സാധ്യതയുണ്ട്, നമ്മൾ ദുർബലരാകുന്ന സാഹചര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമ്മുടെ ദീൻ അപകടപ്പെടുന്ന രീതിയിലുള്ള സുഹബത്ത്, സഹവാസം അവരോട് പാടില്ല. അവരുടെ അടുത്ത് നിന്ന് അവരുടെ ശുഭത്തുകൾ നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാ സാഹചര്യത്തിലും പൊതുവായിട്ടുള്ളതാണ്. ഒരു സാഹചര്യത്തിലും ഇളവില്ലാത്ത കാര്യങ്ങളാണ്. عن إبراهيم ابن إسحاق الحربي رحمه الله قال لا أعلم عصابة خيرا من أصحاب الحديث. ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖ് അൽ ഹർബി റഹിമഹുല്ലാഹ് വലിയ ഇമാമാണ്. അദ്ദേഹം പറയുകയാണ്, അസ്ഹാബുൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ, അവരെക്കാൾ നല്ല ഒരു കൂട്ടരെ എനിക്കറിയില്ല. ഇന്നമാ യഗ്ദു അഹദുഹും വമഅഹു മിഹ്ബറ. എന്താണ് അസ്ഹാബുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിക്കാൻ, ഹദീസിന്റെ ആളുകൾ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സലഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥ സലഫി ആരാണ്? അദ്ദേഹം പറയുകയാണ്, അവര് മഷിക്കുപ്പിയുമായിട്ടാണ് നടക്കുക. അന്നത്തെ കാലത്ത് എഴുതാന് പേനയും മഷിക്കുപ്പിയും വേണം. അപ്പോ അവര് ഈ മഷിയും പിടിച്ച് നടക്കും. ഫയഖൂൽ, എന്നിട്ട് എന്താണ് അവർ പറയുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? കൈഫ ഫഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അപ്പൊ ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഈ മഷിക്കുപ്പിയുമായിട്ട് അവർ പോവുകയാണ്. എന്നിട്ട് ഹദീസുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. കൈഫ സല്ല, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ, അവിടുത്തെ ഹദീസുകൾ അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ഇയ്യാകും അൻ തജ്ലിസു ഇലാ അഹ്ലിൽ ബിദ്അ, ഇനി ഇവരല്ലാത്ത മറ്റുള്ള ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന അർറജുല ഇദാ അഖ്ബല ബിബിദ്അ ലൈസ യുഫ്ലിഹ്, ബിദ്അത്ത് കൊണ്ട് നടക്കുന്ന ഒരാൾ വിജയിക്കാൻ പോകുന്നില്ല. ബിദ്അത്തിന്റെ ആള് വിജയിക്കാൻ പോകുന്നില്ല. അനിൽ ഔസാഇ റഹിമഹുല്ലാഹ്, ഇമാം ഔസാഇ പറയുന്നു, ഖാല ലാ തുമക്കിനു സാഹിബ ബിദ്അത്തിൻ മിൻ ജിദാൽ, ബിദ്അത്തിന്റെ ആളുകളോട് നിങ്ങൾ തർക്കിക്കരുത്, അവർക്ക് നിങ്ങളോട് തർക്കിക്കാനുള്ള അവസരം കൊടുക്കരുത്. എന്താണ് തർക്കിച്ചാലുള്ള കുഴപ്പം? ഫയൂരിസു ഖുലൂബകും ഫിത്നതൻ വർതിയാബ, നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കും. ഇതും സലഫുകൾ വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബിദ്അത്തിന്റെ ആളുകളോട് തർക്കിക്കരുത്, അവർക്ക് സുന്നത്ത് പറഞ്ഞു കൊടുക്കുക, അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ ഒഴിവാക്കുക. രണ്ടാമതൊരു സംസാരത്തിന് അവരെടുത്ത് നിൽക്കരുത്. അതിൽ നിന്ന് ഒഴിവുള്ളത് ആര് മാത്രമാണ്? നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള ഇൽമുള്ള ഒരാൾ, അതും ദറൂറത്താണെങ്കിൽ, നിർബന്ധിതമായ സാഹചര്യമാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അവരോട് തർക്കിക്കാൻ പാടുള്ളൂ. കാരണം ബിദ്അത്തിന്റെ ആളുകളോട് സംസാരിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ സംശയമുണ്ടാകും. നമ്മൾ ആ ബിദ്അത്തിന്റെ ആളുടെ വാദം അതുപോലെ സ്വീകരിച്ചോളണമെന്നില്ല. പക്ഷെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ശക്ക് വരും. ആ സംസാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമ്മൾ 100% ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നമുക്കൊരു 95 ആയിട്ടുണ്ടാകും. അതാണ് കുഴപ്പം. അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കരുത്. അൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ഖാല സാഹിബുൽ ബിദ്അ അലാ വജ്ഹിഹി ദുൽമ വഇൻ ഇദ്ദഹന കുല്ല യൗമിൻ 30 മറ. ഇബ്നു മുബാറക് പറയാൻ, ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ മുഖത്ത് ഒരു ഇരുട്ടുണ്ടായിരിക്കും, അവരുടെ മുഖം കറുത്തിരുണ്ടതായിരിക്കും. വഇൻ ഇദ്ദഹന ഫിൽ യൗമി 30 മറ, ഒരു ദിവസം അവൻ 30 പ്രാവശ്യം മുഖം കഴുകിയാലും. ഇദ്ദഹന എന്ന് പറഞ്ഞാൽ നല്ല മുഖം വൃത്തിയാക്കുന്ന ഇന്നത്തെ സോപ്പൊക്കെ പോലെയുള്ള വസ്തു കൊണ്ട് അവൻ തേച്ച് കഴുകിയാലും അവന്റെ മുഖം കരുവാളിച്ച അവസ്ഥയിലായിരിക്കും. അപ്പൊ സുന്നത്തിന്റെ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖത്ത് നൂർ കൊടുക്കും, പ്രകാശം കൊടുക്കും. ബിദ്അത്തിന്റെ ആളുകൾക്ക് മുഖത്ത് ഇരുട്ടായിരിക്കും. കാന അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് യുസമ്മി അഹ്ലൽ അഹ്വാ കുല്ലഹും ഖവാരിജ്. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം എല്ലാ ബിദ്അത്തിന്റെ ആളുകളെയും ഖവാരിജുകൾ എന്നാണ് വിളിക്കുക. വയഖൂൽ, അദ്ദേഹം പറയും, ഇന്നൽ ഖവാരിജ ഇഖ്തലഫു ഫിൽ ഇസ്ം വജ്തമഉ അല സൈഫ്. ഖവാരിജുകൾക്ക് പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, വാളെടുക്കുന്ന കാര്യത്തിൽ അവരൊക്കെ ഏകോപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തിന്റെ ആളുകൾക്കും ഖുറൂജിന്റെ വാദമുണ്ടാകും. ഭരണാധികാരികൾക്കെതിരെ അവർ സംസാരിക്കും. നമുക്ക് അനുഭവമുള്ളതാണ്. നിങ്ങൾ തബ്ലീഗുകാരനോട് സംസാരിച്ചോ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് സംസാരിച്ചോ, അവരൊക്കെ ഈ കാര്യത്തിൽ ഭരണാധികാരികളുടെ വിഷയത്തിൽ ഒരേ മനസ്സായിരിക്കും. ഭരണാധികാരികളൊന്നും ശരിയല്ല, ഇസ്ലാമിക ഭരണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യമില്ല, ഈ വക കാര്യങ്ങളിലൊക്കെ അവർ ഒരേ അഭിപ്രായക്കാരായിരിക്കും. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഖാല മൻ അതാഹു റജുലുൻ ഫശാവറഹു, ആരുടെയെങ്കിലും അടുത്ത് ഒരാൾ വന്നിട്ട് ഷൂറ നടത്തി, ഒരു വിഷയത്തിൽ ഷൂറ കൂടി അഭിപ്രായം ചോദിച്ചു നമ്മളോട്. ഫദല്ലഹു അല മുബ്തദി, അപ്പൊ ഇവന് ആ വിഷയത്തെക്കുറിച്ച് അറിവില്ല. അപ്പൊ ഇവനെന്ത് ചെയ്തൊരു മുബ്തദിനെ പറഞ്ഞു കൊടുത്തു. എനിക്കറിവില്ലാത്ത വിഷയമാണ്, ഇന്നയാളോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പഴച്ചൊരാളാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഫഖദ് ഗശ്ശൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ വഞ്ചിച്ചിരിക്കുന്നു, അവൻ വലിയൊരു വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അൻ അബീ ഖിലാബ റഹിമഹുല്ലാഹ് ഖാല ലാ തുജാലിസു അഹ്ലൽ അഹ്വാ
ബിദ്അത്തിന്റെ ആളുകളോട് നിങ്ങൾ സഹവസിക്കരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത്. വലാ തുജാദിലൂഹും, അവരോട് തർക്കിക്കരുത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് ദുർബലരായിരിക്കുന്ന സ്ഥലത്ത് ഇത് പൂർണ്ണമായി നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് പരമാവധി പ്രയോഗിക്കാം. ഇപ്പൊ ബിദ്അത്തിന്റെ ഒരാളെ കാണുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വഴിയിൽ വെച്ച് കണ്ടു, അപ്പൊ അവൻ നടന്നു വരുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഓടി വേറെ വഴിക്ക് പോവുക. ഇത് നമ്മൾ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കുകയും നമ്മെ അവർ ബുദ്ധിമുട്ടിക്കാനും സാധ്യതയുണ്ട്. അവരും ഇങ്ങോട്ട് അതുപോലെ പെരുമാറും, നമ്മൾ ദുർബലരായിരിക്കും. നേരെ മറിച്ച് അവരുടെ അടുത്ത് ഇരിക്കാതിരിക്കുക, അവരുടെ പള്ളികളിലേക്ക് പോകാതിരിക്കുക, അവരുടെ ക്ലാസ്സുകൾക്ക് പോകാതിരിക്കുക, ഇത് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് എന്ത് തടസ്സാനുള്ളത്? അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാതിരിക്കുക, അവരുടെ സോഷ്യൽ മീഡിയയിലും മറ്റും അവരെ പിന്തുടരാതിരിക്കുക, ഇതൊക്കെ ചെയ്യാൻ വല്ല തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. അപ്പൊ തടസ്സമില്ലാത്ത കാര്യങ്ങൾ ഈ വിഷയങ്ങളിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വലാ തുജാദിലൂഹും, അവരോട് നിങ്ങൾ തർക്കിക്കരുത്. ഫഇന്നി ലാ ആമനു അൻ യഗ്മിസൂകും ഫീ ദലാലതിഹിം, അവർ നിങ്ങളെ അവരുടെ പിഴവുകളിൽ ദലാലത്തുകളിൽ മുക്കും എന്ന് ഞാൻ പേടിക്കുന്നു. വയൽബിസു അലൈക്കും മാ കുന്തും താരിഫൂൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ, സുന്നത്തിന്റെ കാര്യങ്ങൾ, അതിൽ അവർ നിങ്ങൾക്ക് സംശയമുണ്ടാക്കും എന്ന് ഞാൻ പേടിക്കുന്നു. ഖാല അൽ-ഫുദൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ്, മൻ ജലസ മഅ സാഹിബി ബിദ്അ ലം യുഅതൽ ഹിക്മ, ആരാണ് ഒരു ബിദ്അത്തിന്റെ ആളുടെ കൂടെ ഇരിക്കുന്നത് അവൻ അല്ലാഹു ഹിക്മത്ത് നൽകുകയില്ല. ഇത് ഒരു ആയത്തോ ഹദീസോ അല്ല, പക്ഷെ അദ്ദേഹം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയതായിരിക്കണം. കാരണം അറിയപ്പെട്ട ഒരു തത്വമാണ്, ഒരു ഖായിദയാണെന്ത്, അല്ലാഹു ഒരാളെ ശിക്ഷിക്കുക അയാളുടെ പ്രവൃത്തിയുടെ ആ വലുപ്പത്തിനും അതിന്റെ സ്വഭാവത്തിനും അനുസരിച്ചായിരിക്കും. ഒരു ബിദ്അത്തിന്റെ ആളുടെ അടുത്ത് പോയി ഇരിക്കുന്നത് എന്തിനാണ്? സുന്നത്തിന്റെ ആളുകളുണ്ട്, ഇവർ പോരാ, ഇവരെക്കാൾ വലിയ ഇൽമ് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അള്ളാഹു അതിന്റെ നേരെ വിപരീതമായ ശിക്ഷയായിരിക്കും അവന് നൽകുന്നത്. എന്തായിരിക്കും? അവൻ അള്ളാഹു ഒരിക്കലും ഇൽമ് കൊടുക്കുകയില്ല. ഇത് പണ്ഡിതന്മാർ പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ അടുത്ത് ഇൽമുള്ള സമയത്ത്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഇൽമ്, ഇപ്പൊ ഭാഷ, അത് പഠിപ്പിക്കാൻ അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ ആളില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ സുന്നത്ത് പഠിച്ചിട്ടുള്ള ശരിയായ അഖീദ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ആദ്യം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ശരിയായ അഖീദ പഠിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ മറ്റൊരാളിൽ നിന്ന് ഭാഷയോ മറ്റു ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അതുപോലെയുള്ള മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ തീരെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവരിൽപ്പെട്ട ആളാണ്. ഇമാം മാലിക് പറയുന്നത് ബിദ്അത്തുകാരിൽ നിന്ന് ഒന്നും കേൾക്കാൻ പാടില്ല, നിരുപാധികം, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. ഏതായിരുന്നാലും നമുക്ക് സുന്നത്തിന്റെ ആളുകളുള്ള സ്ഥലത്ത്, സുന്നത്തിന്റെ ആളുകളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നിടത്ത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ബിദ്അത്തിന്റെ ഒരാളുടെ അടുത്ത് പോയി ദീൻ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ പോയാൽ അല്ലാഹു തആല അവൻ ഒരു പക്ഷേ ഇൽമ് പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ശിക്ഷിക്കും. ലം യുഅതൽ ഹിക്മ, അവന് പിന്നെ ഇൽമ് ലഭിക്കുകയില്ല. ഖാല അൽ-ഹസൻ അൽ-ബസ്രി റഹിമഹുല്ലാഹ്, ലൈസ ലിഅഹ്ലി അൽ-ബിദ്അതി ഗീബ. ഇമാം ഹസൻ ബസ്രി പറയുകയാണ്, ബിദ്അത്തിന്റെ ആളുകൾക്ക് ഗീബത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയുന്നത് ഗീബത്തായി കണക്കാക്കുകയില്ല. കാരണം അവരുടെ ബിദ്അത്തുകൾ ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി, അവരുടെ പിറകിൽ പോയി പഴക്കാതിരിക്കാൻ വേണ്ടി അവരെ കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അനിൽ ഹസൻ ഇബ്നു ഷഫീഖ് ഖാല കുന്ന അൻദ ഇബ്നുൽ മുബാറക് ഇദ് ജാഅഹു റജുലുൻ ഫഖാല ലഹു ഇബ്നുൽ മുബാറക്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അപ്പോ ഇബ്നുൽ മുബാറക് ചോദിച്ചു, അൻത ദാക്കൽ ജഹ്മി, നീയാണോ ഇന്ന ജഹ്മി, സിഫാത്തുകൾ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾപ്പെട്ട ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്, അതാണോ താൻ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു അതെ. ഖാല ഇദാ ഖറജ്ത മിൻ ഇൻദി, നീ ഇവിടെ നിന്ന് പോയാൽ, ഇപ്പൊ ഏതായാലും എന്റെ അടുത്ത് വന്നു, ഇനി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ഫലാ തഉദ് ഇലയ്യ, ഇങ്ങോട്ട് പിന്നെ നീ മടങ്ങരുത്, ഇനി മേലാൽ എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. ഖാല റജുൽ, ഇയാൾ പറഞ്ഞു, ഫഅന തായിബ്, ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു, ഈ ജഹ്മിയാക്കളുടെ വാദം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖാല ഇബ്നു മുബാറക് പറഞ്ഞു, ലാ, നീ ഉപേക്ഷിച്ചു, തൗബ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹത്താ യദ്ഹറ മിൻ തൗബതിക മിസ്ലു അല്ലദീ ളഹറ മിൻ ബിദ്അതിക, നിന്റെ ബിദ്അത്ത് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നീ തൗബ ചെയ്തത് എല്ലാവരും അറിയണം, അതിനുശേഷം നമ്മൾ തമ്മിൽ ബന്ധമുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒരു വാക്ക് ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷെ നമുക്ക് അവരെ അവഗണിക്കാം, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, നമുക്ക് നമ്മുടെ ദീൻ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ സലഫു സ്വാലിഹ്യങ്ങൾ ഇത്രമാത്രം ബിദ്അത്തുകാരെ വെറുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അൻ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് ഖാല, അതുപോലെ തന്നെ ഇവിടെ തൗബയുടെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു നോക്കൂ, ഒരു ബിദ്അത്തുകാരൻ തൗബ ചെയ്താൽ പോലും വിശ്വസിക്കരുത് എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, അവരുടെ തൗബ ലാഹിറാകുന്നത് വരെ. ഇപ്പൊ ചില ആളുകളുണ്ട്, ഇന്നലെ വരെ AP ഖുറാഫിയായിരുന്നു, പിറ്റേ ദിവസം പെട്ടെന്ന് അവൻ സലഫിയായി, എന്നിട്ട് നിലവിലുള്ള സലഫികളൊക്കെ വിമർശിച്ച് എല്ലാവരുടെ അടുത്തും കുറവുകളുണ്ട്, എല്ലാവരുടെ അടുത്തും അവർ ഹദീസിന്റെ ലാഹിർ എടുക്കുന്നവരാണ്, പിന്നെ മദ്ഹബ് പിന്തുടരാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ സലഫികളുടെ ഒരു നിരൂപകനായി മാറും പെട്ടെന്നൊരു ദിവസം. അവരെ വിശ്വസിച്ച് അവരെ പിന്തുടർന്ന് നടക്കുന്ന സലഫികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവൻ ഈ കുഫറിൽ നിന്ന് മാറി, ഖുറാഫാത്തിൽ നിന്ന് മാറി, അത് തൗബ ചെയ്ത് അവന്റെ നേതാക്കന്മാരെ, അവരുടെ വലാലത്ത് അവൻ വ്യക്തമാക്കി കുളിച്ച് കയറേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ്
അവനെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷയത്തിൽ സലഫികളോട് യോജിച്ചു, അതോടുകൂടി അവൻ ശൈഖുൽ ഇസ്ലാമാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത് സലഫുകളുടെ രീതിയല്ല. ബിദ്അത്തുകാരെന്ന് പറഞ്ഞാൽ അവരുടെ അസ്ല് അവർ വഞ്ചകന്മാരാണ്, അവർ വിശ്വസ്തനാണ് എന്നുള്ളത് പിന്നെ തെളിയിക്കണം. അതുകൊണ്ട് കാത്തു നിൽക്കണം. അവർ തൗബ ചെയ്താലും അവരുടെ തൗബ ശരിയാണോ എന്ന് പരിശോധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു അസർ കാണാം. അദ്ദേഹത്തിന്റെ കാലത്ത് ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയ ഒരാൾ സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൗബ ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു വർഷം കാത്തിരിക്കാൻ പറഞ്ഞു. ഒരു വർഷം നാട് കടത്തി. അതിനുശേഷമാണ് പിന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആളുകളോട് പറഞ്ഞു. ഒരു വർഷം അവനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു ആളുകളോട്. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരുപക്ഷെ ഇത്ര ശക്തിയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഒരു വർഷം നിങ്ങൾ ആരും അവനോട് മിണ്ടരുത് എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടാവുകയില്ല. പക്ഷേ ഒരു വർഷമോ അതിൽ കുറഞ്ഞതോ കൂടുതലായ ഒരു കാലാവധി അവന്റെ തൗബ വ്യക്തമാക്കുന്നത് വരെ അവന്റെ കിതാബുകൾ നമുക്ക് പ്രചരിപ്പിക്കാതിരിക്കാം, അവന്റെ വാക്കിന് ചെവി കൊടുക്കാതിരിക്കാം, അത് നമുക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാം. ഇങ്ങനെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അൻ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് ഖാല, സഈദ് ഇബ്നു ജുബൈർ പറയുകയാണ്, താബിഈയാണ്, അദ്ദേഹം പറയുന്നു, ലഅൻ യസ്ഹബ ഇബ്നി ഫാസിഖൻ സുന്നിയൻ അഹബ്ബു ഇലയ്യ മിൻ അൻ യസ്ഹബ ആബിദൻ മുബ്തദിഅൻ. എന്റെ മകൻ ഒരു തമ്മാടിയായ അഹ്ലുസുന്നത്തിൽപ്പെട്ട ആൾ, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സലഫിയായ ഒരു ഫാസിഖിന്റെ കൂടെ നടക്കുന്നതാണ് മുബ്തദിആയ ഒരു ആബിദിന്റെ കൂടെ നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഖുറാഫിയാണ്, അല്ലെങ്കിൽ ഇഖ്വാനിയാണ്, തബ്ലീഗുകാരനാണ്, പക്ഷെ വളരെ നല്ല ആബിദാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരുപക്ഷെ പുകവലിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമുകൾ ചെയ്യുന്ന ശരിയായ അഖീദയുള്ള ഒരാളുടെ കൂടെ നടക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്തല്ല? തെമ്മാടികളായ ആളുകളുടെ കൂടെ നടക്കാമെന്നല്ല, അത് പാടില്ല, ഹറാമാണ്. ഫാസിക്കായ ഒരാളുടെ കൂടെ നടക്കാൻ പാടില്ല. പക്ഷെ ഈ രണ്ടിലൊരു ഓപ്ഷനാണ് ഉള്ളതെങ്കിൽ ഇതാണ് എനിക്കിഷ്ടം. ഇതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ്, ബിദ്അത്തുകാരോടുള്ള തഹ്ദീർ. ചില ആളുകൾ ഇത് ഒരു ആനുകൂല്യമായി എടുത്തിട്ടുണ്ട്, എന്നിട്ട് തോന്നിയതുപോലെ നടക്കും. എന്നിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ഫാസിക്കായിട്ടുള്ള സലഫിയാണ് ബിദ്അത്തുകളെക്കാൾ നല്ലത് എന്ന് പറയും. ഫാസിക്കിനെ നന്നാക്കാനല്ല സലഫുകൾ ഇത് പറഞ്ഞത്, മറിച്ച് മുബ്തദികളെ കൂടുതൽ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവർ ഇതിനേക്കാൾ മോശമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. قال قتادة رحمه الله حدثنا مطرف قال كنا نأتي زيد بن صوحان رحمه الله وكان يقول, സലഫിൽപ്പെട്ട ഒരു ഇമാമാണ്, അദ്ദേഹം പറയുമായിരുന്നു, യാ ഇബാദല്ലാഹ് അക്രിമു വഅജ്മിലു. അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാകണം. ഫഇന്നമാ വസീലത്തുൽ ഇബാദി ഇലല്ലാഹി ബിഖസ്ലതൈൻ. രണ്ട് കാര്യങ്ങളിലൂടെയാണ് അല്ലാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കാൻ സാധിക്കുക. അൽ ഖൗഫ് വത്തമ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അല്ലാഹുവിന്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ. ഇങ്ങനെ അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ആലിമാണ്, അതുപോലെ തന്നെ വാഇദാണ്, ജനങ്ങളെ ഉപദേശിക്കുന്ന ആളാണ്. ഫഅതൈതു ഹുദാത യൗമിൻ വഖദ് കതബു കിതാബൻ വനസ്ഖു കലാമൻ മിൻ ഹാദ അൻ-നഹ്. അങ്ങനെ ഈ മുത്തറിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, സെയ്ദ് ഇബ്നു സുഹാൻ എന്ന് പറയുന്ന ഈ ഇമാം അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ സാധാരണ ഒരു ഉപദേശം ആദ്യം ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ നാട്ടിൽ. വഖദ് കതബു കിതാബൻ ഫനസ്ഖു കലാമൻ മിൻ ഹാദ അൻ-നഹ്. കുറെ ആളുകൾ കൂടിയിട്ട് ഒരു കടലാസ് എടുത്തിട്ട് ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇന്നല്ലാഹ റബ്ബുന വ മുഹമ്മദുൻ നബിയുന വൽ ഖുർആനു ഇമാമുന. അല്ലാഹു നമ്മുടെ റബ്ബാണ്, മുഹമ്മദാണ് നമ്മുടെ നബി, ഖുർആനാണ് നമ്മുടെ നേതാവ്. വമൻ കാന മഅനാ കുന്നാ വകുന്നാ ലഹു. ആരാണോ ഈ വിഷയത്തിൽ നമ്മോട് യോജിക്കുന്നത്, അതായത് അല്ലാഹുവിനെ റസൂലിനെ പിന്തുടർന്ന് ഖുർആൻ പിന്തുടർന്ന് ജീവിക്കുന്നത്, നമ്മൾ അവന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ കൂടെയായിരിക്കും, അവൻ നമ്മുടെ ആളാണ്. വമൻ ഖാലഫന, ആരാണോ നമ്മെ എതിർക്കുന്നത്, അഥവാ ഈ വിഷയത്തിൽ നമ്മെ എതിർക്കുന്നത്, കാനത് യദുന അലൈഹി വകുന്ന, നമ്മളൊക്കെ അവനെതിരെ ഒറ്റക്കെട്ടായിരിക്കും. അപ്പൊ അവരൊരു സംഘടന ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആരാണോ ഖുർആനും സുന്നത്തും പിന്തുടരുന്ന കാര്യത്തിൽ നമ്മോട് യോജിക്കുന്നത് അവന് നമ്മൾ ഒറ്റക്കെട്ടാണ്, ആരാണോ നമ്മോട് എതിരാകുന്നത് നമ്മൾ അവനെതിരായിരിക്കും. അങ്ങനെ ഈ സദസ്സിൽ ഈ കടലാസ് അവരിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഫജഅല യഅരിദുൽ കിതാബ അലൈഹിം റജുലൻ, ഓരോരുത്തർക്കായി ഈ പേപ്പർ ഇങ്ങനെ കൈമാറുന്നത്. ഫയഖൂലൂൻ, എന്നിട്ട് അവർ ചോദിക്കും, അഖറർത യാ ഫുലാൻ, നീ സമ്മതിച്ചോ എന്ന് പറഞ്ഞ് അവര് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹത്തൻതഹു ഇലയ്യ, അങ്ങനെ ഈ കടലാസ് എന്റെ അടുത്തെത്തി. ഈ കഥ പറയുന്ന അദ്ദേഹം പറയുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, അഖറർത യാ ഗുലാം, മോനെ നീ സമ്മതിച്ചോ, നീ ചെറുപ്പക്കാരനാണ്, നീയും ഇതിൽ ചേരുന്നുണ്ടോ? ഖുൽതുല, അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. ഖാല ലാ തഅജലു അലൽ ഗുലാം, അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇവനൊന്നും ചെയ്യരുത്. ബാക്കിയുള്ളവർ അടിക്കാൻ നിൽക്കുമ്പോ കൂട്ടത്തിൽ നേതാവ് പറയണം, അവനൊന്നും ചെയ്യണ്ട, മെമ്പർഷിപ്പ് എടുക്കാത്തതുകൊണ്ട് തല്ലണ്ട. മാ തഖൂൽ യാ ഗുലാം, ഒരു വിശദീകരണം ചോദിക്കുക, എന്താണ് നിന്റെ വാദം, എന്താണ് നിനക്ക് പറ്റിയത്? ഖാല ഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഖദ അലയ്യ അഹദൻ ഫീ കിതാബിഹി, അല്ലാഹു അവന്റെ കിതാബിൽ
എന്നോടൊരു കരാർ വാങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബ് നമ്മൾ അള്ളാഹും തമ്മിലുള്ള കരാറാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ആരൊക്കെയാണ് നമ്മുടെ നേതാവ്, ആരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ എന്നൊക്കെ ഖുർആനിലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഫലൻ ഉഹ്ദിസ അഹ്ദൻ സിവൽ അഹ്ദ് അല്ലദി അഖദഹു അല്ലാഹു അസ്സ വജല്ല അലയ്യ. അങ്ങനെ അള്ളാഹുവിന് കൊടുത്തൊരു കരാറുണ്ട്, കലിമ ചൊല്ലിയിട്ടുണ്ട്, മുസ്ലിം ആയിട്ടുണ്ട്. അതിന് പുറമെ വേറെ ഒരു കരാർ ചെയ്യാൻ ഞാനില്ല. ഖാല, അപ്പോ ഇദ്ദേഹം പറയുകയാണ്, ഇത്രയും പറഞ്ഞപ്പോൾ ഫറജ അൽ ഖൗമു മിൻ ഇൻദി ആഖിരിഹിം, അവരൊക്കെ മടങ്ങി. അവര് സലഫുകളായതുകൊണ്ട് സലഫുകളുടെ കാലത്തുള്ള തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോലും അവരുടെ മനസ്സ് നല്ലതായിരുന്നു. ഇദ്ദേഹം ഈ വാക്ക് പറഞ്ഞപ്പോ അവരൊക്കെ ആ പരിപാടി അവസാനിപ്പിച്ചു. ഞാനും പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് അവരുടെ മെമ്പർഷിപ്പ് പിൻവലിക്കാൻ തുടങ്ങി. മാ അഖറ ബിഹി അഹദും മിൻഹും, അതിലൊരാളും അതിൽ ഉറച്ചു നിന്നില്ല, എല്ലാവരും അതിൽ നിന്ന് മടങ്ങി. ഖാല ഖുൽതു ലിമുതർരിഫ്, അപ്പോ ഈ കഥ പറഞ്ഞ ആളോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? താബിഈങ്ങളുടെ കാലത്താണ് സംഭവമാണ്. ഖാല സുഹാ 30 റജുലൻ, ഏകദേശം 30 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 30 ആളുകളും ശരിയാണ്, നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് മടങ്ങി. ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ട്. അതെന്താണ്? ഇസ്ലാമില് അള്ളാഹുവിനും റസൂലിനും നമ്മൾ കൊടുത്ത ഒരു കരാറുണ്ട്. റസൂൽ ഹയാത്തിലുണ്ടെങ്കിൽ റസൂലിന് ചെയ്യുന്ന ബൈഅത്തുണ്ട്. അതുപോലെ അള്ളാഹുവിന് നമ്മൾ കൊടുത്ത ബൈഅത്താണ്, കരാറാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത്. പിന്നെ മുസ്ലിമായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിക്ക് നമ്മൾ ബൈഅത്ത് ചെയ്യും. അതല്ലാതെ മുസ്ലിമീങ്ങളുടെ ബൈഅത്ത് വാങ്ങാൻ ഒരാൾക്കും അധികാരമില്ല. ഒരു കൂട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആൾക്കാർ, റസൂലിന്റെ ആൾക്കാർ, നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മുടെ ആള്, പുറത്തുള്ള ആളുകൾ നമ്മുടെ ശത്രു, ഇങ്ങനെ വലാ വൽ ബറാ സ്ഥാപിക്കാൻ നമ്മുടെ കക്ഷി എന്ന് പറയാൻ ദീനല്ലാതെ, ഇസ്ലാം അല്ലാതെ മറ്റൊരു മാനദണ്ഡവും മറ്റൊരു സംവിധാനവും നമുക്കുണ്ടാകാൻ പാടില്ല. അത് സലഫു സാലിഹ്യങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ സംഭവം. عن عبد الله بن الإمام أحمد رحمه الله، إمام عبد الله بن الإمام أحمد، إمام أحمد മകനാണ്, അദ്ദേഹം ഇമാമാണ്. قال جاء أبو تراب النحشبي إلى أبي. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാണുന്ന തരീഖത്തുകൾ, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്, ഇവരൊക്കെ ബൈഅത്ത് വാങ്ങുന്നവരാണ്. അത് ബൈഅത്ത് വാങ്ങുന്ന പല സംഘടനകളുണ്ട്. ചില ആളുകൾ ബൈഅത്ത് വാങ്ങിയതുപോലെ പെരുമാറുന്നവരുണ്ട്. അവരുടെ പുറത്തുള്ള ആളുകൾ എത്ര ദീനിയായിട്ടുള്ള ആളുകളാണെങ്കിലും അവരോട് ശത്രുത, ആ സ്വഭാവമാണ് ഇവിടെ ഇവർ കാണിച്ചത്. അതിനേക്കാൾ എത്രയോ മോശമായ രൂപത്തിലാണ് ഇവിടെ ഇവർ പറയുന്നത്. ദീനിയായിട്ടുള്ള ആളുകളോട് നമ്മൾ അല്ലാത്തവരോട് ബറാഅത്തെന്ന്. ഇത് ദീനിയായിട്ടുള്ള ഒരാളെ ആവുകയില്ല, അവരുടെ കൂടെയുള്ള ഒരു ഫാസിഖായിരിക്കും, അവൻ അവരുടെ സ്വന്തം ആളായിരിക്കും. പുറത്തു നിൽക്കുന്നത് എത്ര വലിയാണെങ്കിലും ശത്രുവായിരിക്കും. ഈ സ്വഭാവം സലഫുകളുടെ മാർഗത്തിനെതിരാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇമാം അഹ്മദിന്റെ മകൻ അദ്ദേഹം പറയുകയാണ്, ജാ അബൂ തുറാബ് അൻ-നഹ്ശബി ഇലാ അബി, എന്റെ ഉപ്പയുടെ അടുത്തേക്ക് അബൂ തുറാബ് അൻ-നഹ്ശബി എന്ന് പറയുന്ന ആൾ വന്നു. ഫജഅല അബി യഖൂലു ഫുലാനുൻ ദഈഫ് ഫുലാനുൻ സിഖ. ഇമാം അഹ്മദ് അദ്ദേഹം അങ്ങനെ പറയാൻ തുടങ്ങി, ഫുലാനുൻ ദഈഫ് ഫുലാനുൻ സിഖ, ഇന്നയാൾ ദഈഫാണ്, ഇന്നയാൾ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇമാം അഹ്മദ് മുഹദ്ദിസാണ്. അപ്പൊ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കും. കാരണം ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയാണ്, സ്വീകാര്യോഗ്യനാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഈ അബൂ തുറാബ് എന്ന് പറയുന്ന ഈ സന്ദർശകൻ അദ്ദേഹം പറഞ്ഞു, ഫഖാല അബൂ തുറാബ് യാ ഷൈഖ് ലാ തഖ്താബിൽ ഉലമാ, ഉലമാക്കളെ കുറ്റം പറയല്ലേ എന്ന് പറഞ്ഞു ഇമാം അഹ്മദിനോട്. വൈഫാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആലിമല്ലേ, അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഹദീസ് പഠിച്ച് കഷ്ടപ്പെട്ട് ഇൽമ നേടിയ ഒരാളെ കുറിച്ചാണ് വൈഫ് എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് പറഞ്ഞു, ഫൽതഫത അബി ഇലൈഹി വഖാൽ, ഇമാം അഹ്മദ് പറഞ്ഞു, വൈഹക് ഹാദാ നസീഹ ലൈസ ഹാദാ ഗീബ, ഇത് നസീഹത്താണ്. അപ്പൊ ഇന്നയാള് വൈഫാണെന്ന് ഞാൻ പറയുന്നത് നസീഹത്താണ്. കാരണം അവന്റെ വാക്ക് കേട്ട ആളുകൾ, അവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ സ്വീകരിച്ച് അവരുടെ ദീൻ ഫസാദായി പോകും, അവർ ബിദ്അത്തുകൾ ചെയ്യുന്ന അവസ്ഥ വരും. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു കൊടുത്തു. മറ്റൊരു സംഭവം ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അൻ അലി ഇബ്നു ഉബയ്യ റഹിമഹുല്ലാ ഖാല ഖുൽതു ലി അഹ്മദ് ഇന്ന ഹാദ ഷൈഖ്. ഇമാം അഹ്മദിന്റെ ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ അദ്ദേഹം ഇമാം അഹ്മദിനോട് പറയുകയാണ്, ഇന്ന ഹാദ ഷൈഖ, ഇന്ന ഷൈഖ് ലി ഷൈഖിൻ ഹദറ മഅന, കൂടെ ഇരിക്കുന്ന മറ്റൊരാളെ കാണിച്ചു കൊടുത്തിട്ട്, ഈ ഷൈഖ് ജാരി, എന്റെ അയൽവാസിയാണ്. വഖദ് നഹൈതുഹു അൻ റജുലിൻ, ഞാൻ ഇന്ന ആളുടെ അടുത്ത് നീ പോകരുത് എന്ന് അയാളോട് പറഞ്ഞു. ബിദ്അത്തിന്റെ ഒരാളെ കുറിച്ച്, അവൻ ശരിയല്ല, ബിദ്അത്തിന്റെ ആളാണ്, അവന്റെ അടുത്തേക്ക് പോകരുത്. വയുഹിബ്ബു അൻ യസ്മഅ ഖൗലക ഫീഹി, പക്ഷേ അവൻ എന്റെ വാക്ക് സ്വീകരിക്കുന്നില്ല, താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മളൊരാളോട് ഇന്നയാൾ ശരിയല്ല, ഇന്നയാളുടെ അടുത്ത് ഇന്ന ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞു, അയാൾ സ്വീകരിച്ചില്ല, അതോടുകൂടി അവനെ ശത്രുവാക്കേണ്ട കാര്യമില്ല. ചിലപ്പോ നമ്മുടെ വാക്ക് അവന് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും, നമ്മുടെ ഇൽമിയ ദർജയെക്കുറിച്ച് അവന് വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മളെക്കാളും നല്ലൊരു അറിവുള്ള ആളുടെ അടുത്ത് കൊണ്ടുപോയി ഉപദേശിക്കാൻ പറയാം, ഒരു ആലിമിന്റെ വാക്ക് അവനെ കേൾപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാണ് ഇവിടെ പറയപ്പെട്ട വ്യക്തി? ഹാരിസ് അൽ മുഹാസിബി, നേരത്തെ പറഞ്ഞ ഹാരിസ് അൽ മുഹാസിബിയാണ്. വലിയ വാഇബായിരുന്നു, ഉപദേശകനായിരുന്നു, പിന്നീട് ജഹ്മിയായി പോയി. കുന്തു റഅയ്തുനി മഅഹു മുൻദു സിനീന കസീറ,
ഇമാം അഹ്മദിനോട് ഇദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം പണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഇയാളുടെ കൂടെ നിൽക്കുന്നതായിട്ട് താങ്കൾ കണ്ടിരുന്നു. ആ സമയത്ത് ഫഖുൽത ലീ ലാ തുജാലിസു വലാ തുകല്ലിംഹു, അവനോട് സംസാരിക്കരുത്, അവന്റെ അടുത്തിരിക്കരുത് എന്ന് താങ്കൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫലം മുക്കല്ലിംഹു ഹത്ത സാ, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇയാളോട് പിന്നെ സംസാരിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇമാം അഹ്മദ് പറഞ്ഞോടുകൂടി ഇയാളെ ഒഴിവാക്കിയതാണ്. അപ്പൊ അതിനുശേഷം പിന്നെ എന്റെ അയൽവാസി ഇയാളുടെ ബാക്കിൽ പോകുന്ന കണ്ടപ്പോ നസീഹത്താണ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. അങ്ങനെയല്ല, നമ്മുടെ സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ, അയൽവാസികളുടെ അവരുടെയൊക്കെ ദീന് സംരക്ഷിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. അവനെന്തെങ്കിലും ആവട്ടെ, ഞാനിപ്പോ ഇനി പറഞ്ഞാല് അവനെ അവന്റെ ശേഖിനെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മുഷിപ്പ് വരുമോ എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. പറഞ്ഞു, എന്നിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് അയാളെ പിടിച്ചിട്ട് ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ ശരിയാക്കാൻ വേണ്ടി. അതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം പറയണം. വഹാദ ശൈഖു യുജാലിസുഹു, ഇദ്ദേഹം ഈ ഷെയ്ഖ് ഹാരിസുൽ മുഹാസിബിയുടെ കൂടെ നടക്കുന്നുണ്ട്. ഫമാ തഖൂലു ഫീഹി, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഫറഅയ്തു അഹ്മദ ഖദ് ഇഹ്മറ ലൗനുഹു, ഇമാം അഹ്മദിന്റെ നിറം മാറിപ്പോയി, ചുവപ്പ് നിറമായി പോയി ഇമാം അഹ്മദിന്റെ മുഖം. വന്തഫഖത് ഔദാജുഹു വഅയ്നാഹു, അദ്ദേഹത്തിന്റെ കഴുത്തും കണ്ണും ഒക്കെ തുറിച്ച് പുറത്തു വരാനായി. വമാ റഅയ്തുഹു ഹാകദാ ഖത്ത്, ഇതുപോലെ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. സുമ്മ ജഅല യന്തഫിദ്, പിന്നീട് അദ്ദേഹം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. വയഖൂൽ ദാലിക, അവനാണോ ഹാരിസുൽ മുഹാസിബിയാണോ? ഫഅല അല്ലാഹു ബിഹി വഫഅൽ, അല്ലാഹു അവനെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെതിരെ ദുആ ചെയ്യാൻ തുടങ്ങി. ലൈസ യഅരിഫു ദാക ഇല്ലാ മൻ ഖബറഹു വഅറഫ, അവനെ അടുത്തിടപഴകിയ ആളുകൾക്ക് അവന്റെ അപകടം മനസ്സിലാവുകയുള്ളൂ. ഇമാം അഹ്മദ് അറിയാം, അടുത്ത് ചെന്നാലേ അവന്റെ വിദേഹത്ത് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞുകൊണ്ടിരുന്നു, ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ദാക ലാ യഅരിഫുഹു ഇല്ലാ മൻ ഖദ് ഖബറഹു വഅറഫ, അവന്റെ അടുത്ത് ചെന്നാലേ അവനെ അറിയുകയുള്ളൂ. ദാക ജാലസുൽ മുഗാസിലി വയഖൂബ് വഫുലാൻ, എന്നിട്ട് ഇമാം അഹ്മദ് പറയാൻ തുടങ്ങി, ഇന്ന ഇന്ന ആളുകളൊക്കെ പണ്ഡിതന്മാർ, അവര് ഇവന്റെ അടുത്ത് പോയി ഇരുന്നവരാണ്. ഫഅഖ്റജഹും ഇലാ റഅയി ജഹ്മിൻ, അവരൊക്കെ ഇവൻ ജഹ്മിയാക്കളാക്കി മാറ്റി. അവന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് ആളുകൾ പിഴച്ചിട്ടുണ്ട്. ഹലക്കു ബിസബബിഹി, ഇവന്റെ കാരണം അവരൊക്കെ പിഴച്ചുപോയി. ഫഖാല ലഹു, അപ്പൊ ഈ വന്നയാള്, ഈ അയൽവാസി ഹാരിസുൽ മുഹാസിബിയുടെ അടുത്തുനിന്ന് ദീൻ പഠിക്കുന്ന വ്യക്തി, അയാൾ പറഞ്ഞു, യാ അബ അബ്ദില്ലാ യർവിൽ ഹദീസ്, അയാളുടെ മഹത്വം പറയാൻ തുടങ്ങി. യർവിൽ ഹദീസ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ നമ്മളെ പോലെയുള്ള മിസ്കിന്മാർക്കൊന്നും എടുത്ത് ഹദീസ് പറയാൻ സാധിക്കൂല. അന്ന് ഇമാമിങ്ങളുടെ കാലമാണ്. ഹദീസിന്റെ റാവിയാണ്. സാക്കിനുൻ ഖാശിഅ, വളരെ അടക്കവും ഒതുക്കവുമുള്ള ഖുശൂഉള്ള വ്യക്തിയാണ്, സംസാരിക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു. മിൻ ഖിസ്സതിഹി വമിൻ ഖിസ്സതിഹി, അയാളുടെ കഥ, ഇങ്ങനെ ഒരു കഥയുണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിസുൽ മുഹാസിബിയുടെ മദ്ഹ്, അയാളുടെ ഫളായിൽ പറയാൻ തുടങ്ങി. ഫഗളിബ അബു അബ്ദില്ലാ, ഇമാം അഹ്മദിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരുടെ ഫിഖ്ഹ്, അവരുടെ ഇൽമ്. നമ്മളാണെങ്കിൽ നമ്മുടെ ആ ദേഷ്യം പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് കുറയും. നമ്മൾ പറയും, എന്തൊക്കെയാണെങ്കിലും നമ്മൾ അഖീദ കൂടി നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് തണുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇമാം അഹ്മദ് ഫഗളിബ അബു അബ്ദില്ലാ, അദ്ദേഹം ദേഷ്യപ്പെട്ടു. വജഅല യഖൂൽ, അദ്ദേഹം പറയാൻ തുടങ്ങി, ലാ യഗുറക ഖുശൂഉഹു വലീനുഹു, അവന്റെ ഖുശൂഉം അവന്റെ മധുരമുള്ള പെരുമാറ്റവും അതൊന്നും നിന്നെ വഞ്ചിക്കരുത്. വയഖൂൽ ലാ തഗ്തറ ബിതൻകീസ് റഅസിഹി, അവൻ തലകുനിച്ച് നടക്കുന്നത് നീ കാര്യമാക്കണ്ട. ഫഇന്നഹു റജുലു സൂ, അവൻ ചീത്തയാളാണ്. ദാക ലാ യഅരിഫുഹു ഇല്ലാ മൻ ഖബറ, അവനുമായി അടുത്തിടപഴകിയവർക്കേ അവന്റെ ദലാലത്ത് അറിയുകയുള്ളൂ. ലാ തുകല്ലിംഹു, അവനോട് നീ സംസാരിക്കരുത്. വലാ കറാമത ലഹു, അവൻ ഒരു വിലയുമില്ല. അവൻ എന്ത് ഇബാദത്ത് ചെയ്താലും അത് നമ്മൾ വിലവെക്കുകയില്ല. കുല്ലു മൻ ഹദ്ദസ ബി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന മുബ്തദിഅൻ തജ്ലിസു ഇലൈഹി, ഒരു മുബ്തദി, ഏതെങ്കിലും ഒരു മുബ്തദി വന്നിട്ട് റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞ അവന്റെ ഒക്കെ അടുത്ത് പോയി ഇരിക്കാമെന്നാണോ നീ പറയുന്നത്? ലാ വലാ കറാമ വലാ നുഅമ ഐൻ, അവന് യാതൊരു ആദരവും നമ്മൾ കൊടുക്കുകയില്ല. വലാ നുഅമ ഐൻ, അവനെ കാണുന്നതിൽ നമുക്ക് താല്പര്യമില്ല. വജഅല യഖൂൽ ദാക ദാക, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ബിദഅത്തിന്റെ ആളുകളെ ഇവർ ഇത്രയും ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ആഖിറത്തിന് അവർ അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു, സ്വർഗത്തിന് നരകത്തിന് അവർ അത്രയും വില കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായത്. നമ്മളാണെങ്കിലോ നമ്മുടെ ദീന് വളരെ ദുർബലമാണ്. സാധാരണ പറയാറുണ്ട്, ട്രെയിനില് AC കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ വളരെ പേടിച്ചിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അവർ കൂടുതൽ സംസാരിക്കില്ല, പരസ്പരം ഇടപഴകില്ല. കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ലഗേജ് ഉണ്ടാകും, അതുപോലെ തന്നെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകും. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ വളരെ സ്നേഹമായിരിക്കും ആൾക്കാർ തമ്മിൽ. അവർ തമ്മിൽ അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് പരസ്പരം കൊടുക്കും. അതുപോലെ തന്നെ അവരെല്ലാം തുറന്ന് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തലക്ക് മുകളിൽ ചവിട്ടി കയറും. കാരണം എന്താണ്? അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ ചാക്ക് വേറെ എടുത്തുകൊണ്ട് പോയാൽ, രണ്ട് ചാക്ക് തമ്മിൽ മാറിപ്പോയാൽ ഇതിലും പാൻതുണിയായിരിക്കും അതിലും പാൻതുണിയായിരിക്കും. പക്ഷെ മറ്റവന്റെ പെട്ടി മാറുന്നത് അവൻ സൂക്ഷിക്കും. കാരണം അവന്റെ പെട്ടിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടാവും. അതുപോലെ നമ്മുടെ ദീന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സുന്നത്തിന്റെയും ബിദഅത്തിന്റെയും ആളുകൾക്കിടയിൽ വേർതിരിവ് കാണിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മുടെ ദീൻ സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതിന് തടസ്സമാകുന്ന ഒരു കാര്യവും ഒരു സാഹചര്യത്തിലും ചെയ്യരുത്.
അതിനപ്പുറമുള്ള അവരെ ശിക്ഷിക്കുക, അവരെ അകറ്റുക, അതുപോലെ തന്നെ അവരെ കുറിച്ച് ഇങ്ങനെ പരസ്യമായി അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ശക്തിക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പാടുള്ളൂ. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.